ഇന്നത്തെ ഈ ഫംഗ്ഷൻ 6 മണിക്കെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനിയും താമസിക്കുമ്പോൾ ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്ന് ബോധ്യപ്പെടുത്തുകൊണ്ട് വരുന്നവർ വന്നുകൊണ്ടിരിക്കും എന്നുള്ള ഒരു ധാരണയിൽ നമ്മുടെ പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. ഈ പരിപാടിയിൽ ആദ്യമായിട്ട് നമ്മുടെ ഗുരുപൂജ 3:15 മണിക്കുള്ള ഗുരുപൂജയെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഈശ്വര പ്രാർത്ഥന എന്നൊരു ഭാഗമാണ് ആദ്യമായിട്ട് വരുന്നത്. ഏത് കാര്യത്തിന് ഈശ്വര പ്രാർത്ഥന ഉണ്ട്. ആരെങ്കിലും കുട്ടികൾ പ്രാർത്ഥന ചെല്ലാൻ താല്പര്യം കഴിവുള്ളവരുണ്ടെങ്കിൽ അത് അനുവദിക്കാം. ആരെയും പ്രത്യേകിച്ച് വിളിച്ചിട്ടില്ല. ഉണ്ടോ കുട്ടികൾ ആരെങ്കിലും ദൈവദേശം ചെല്ലാൻ ഉണ്ടോ? അവളെ കൈക പറ്റൂലേ? എന്നാൽ പിന്നെ നമുക്കൊരു മൗന പ്രാർത്ഥനയായിട്ട് അതൊക്കെ നടത്താം. ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ടിരിക്കുന്നത് അടുത്തതായിട്ട് അനുശോചനം ആണ്. അനുശോചനം പറയേണ്ട പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ നമ്മളെ ഇറങ്ങിയിലുണ്ട്. ഇപ്പോഴത്തെ ഈ അടുത്ത കാലത്തായിട്ട് അതിൻ്റെ ഒരു പ്രത്യേകം എഴുതിയിട്ടുണ്ടല്ലോ. ശിവൻ കമ്മിറ്റി അംഗമാണ് ശിവൻ അത് പറഞ്ഞു. നമസ്കാരം. നമ്മുടെ ഗ്രന്ഥശാല സെക്രട്ടറി 33 വർഷം സേവനം അനുഷ്ഠിച്ച ശ്രീ പി ശശിധരൻ സാർ 2024 ഏപ്രിൽ 8 നമ്മൾ വിട്ടുപിരിയും. ഈ നാട്ടിൽ 4 തലമുറ പഠിപ്പിച്ച അദ്ദേഹം ഏവർക്കും കേൾക്കുമല്ലോ. കോളേജിലെ ക്ഷേത്ര സമാജ പ്രസിഡന്റായി പിന്നീട് സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ചു. അധ്യാപക വൃത്തി ജീവിതപ്രദമാക്കിയ അദ്ദേഹം തന്റെ സർവീസ് ജീവിതം അവസാനിപ്പിച്ചിട്ട് ദീർഘനാൾ ഡിഗ്രി ഭാഷയും വ്യാകരണവും പഠിക്കുന്നതിൽ വ്യാപൃതനായിരുന്നു. ശ്രീ ശശിധരൻ സാർ ഇല്ലാത്ത ആദ്യത്തെ ഗുരുസമാജ ദിനാചരണമാണ്. സാറിന്റെ ഏർപ്പാട് നമ്മുടെ എല്ലാവരെയും ഏറെ ദുഃഖിപ്പിച്ചു. ശ്രീ ശശിധരൻ സാറിന് ഈ യോഗം അനുശോചനം ചെയ്യപ്പെട്ടു. ഒപ്പം മലയാളം സിനിമയുടെ അമ്മ എന്നറിയപ്പെട്ട ശ്രീമതി കവിയും കൊണ്ടു. കൂടാതെ CPM ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ സീതാറാം യെച്ചൂരി, ഇടത് സഹയാത്രികനായ ശ്രീ എം ലോറൻസ്, ചരിത്രാന്വേഷണത്തിന് ജീവിതം സമർപ്പിച്ച ശ്രീ ജയലാലി പണിക്കശ്ശേരി, നമ്മുടെ പുറത്തു പ്രദേശത്ത് ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ആര്യനാട് കരമനയാറ്റിൽ മുങ്ങി മരിച്ച ഒരു കുടുംബത്തിലെ 4 പേർ, ഗുരുദേവനെ നേരിൽ കണ്ട 107 വയസ്സുണ്ടായിരുന്ന ഗൗരിക്കുട്ടിയമ്മ, വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടുപോയവർ, ഈ കാലയളവിൽ നമ്മെ വിട്ടുപിരിഞ്ഞ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ടവർ, മറ്റെല്ലാവർക്കും ഈ യോഗം അനുശോചനം ചെയ്യപ്പെട്ടു. അടുത്തതായി ഈ യോഗത്തിൻ്റെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ലൈബ്രറിയുടെ സെക്രട്ടറി ഡി രാജീവ് അവർക്ക് ബഹുമാനപ്പെട്ട അധ്യക്ഷ, നമ്മുടെ ഗ്രന്ഥശാലയുടെ മാർഗദർശി കൂടിയായിട്ടുള്ള വിജയ ടീച്ചർ, നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള നമ്മുടെ ഈ മണ്ഡലത്തിന്റെ MLA, എക്കാലത്ത് അന്വർത്ഥമാകുന്ന എന്ന് വിശേഷിപ്പിക്കുന്ന എന്നവരും, നമ്മുടെ മുഖ്യ പ്രഭാഷകൻ ബുഷ്ര ബീഗം, അതുപോലെ നമ്മുടെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ മേഡൽ വിക്രമൻ, നമ്മുടെ ഇവിടെ എത്തിയിട്ടുള്ള മറ്റ് ക്ഷണിക്കപ്പെട്ട വിശേഷ വ്യക്തികൾ, അതുപോലെ തന്നെ ഗുരുക്കന്മാരെ, സുഹൃത്തുക്കൾ, നമ്മുടെ രാധാകൃഷ്ണൻ അങ്ങനെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഗുരുവിന്റെ 97ാമത് മഹാസമാധി ദിനാചരണം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഗുരുവിനെ സംബന്ധിച്ച് ഗുരുവിന്റെ ദർശനങ്ങൾക്ക് വളരെയധികം തന്നെ കാലിക പ്രസക്തിയുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. ഗുരുവിന്റെ ദർശനങ്ങൾ ഇന്ന് വാണിജ്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതായത് കൈകാര്യം ചെയ്യുന്നവർ തന്നെ അവരുടെ താല്പര്യത്തിനനുസരിച്ച് വഴിതെറ്റിച്ചു വിടുന്ന ഒരു പ്രവണത കണ്ടുവരുന്നു. എന്തൊക്കെ അത് സംബന്ധിച്ച് തന്നെ ആധികാരികമായ ഉദ്ഘാടകർ സംസാരിക്കും. ഞാനെന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്.
കാരണം ഈ വിഷയം പന്ത്രണ്ട് ഉദ്ഘാടകരും അതുപോലെ മറ്റുള്ളവർക്ക് തന്നെ സംസാരിക്കുന്ന സമയമാണ് അംഗീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ വിഷയത്തിലേക്ക് കിടക്കാം. ആദ്യമായി സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ അധ്യക്ഷ വിജയൻ ടീച്ചറിനാണ്. വിജയൻ ടീച്ചറിനെ ഈ വേദി ഇരിക്കുന്നവർക്ക് ആദ്യം തന്നെ പരിചയപ്പെടുത്തേണ്ടതില്ല. ഈ ഗ്രന്ഥശാലയിൽ കഴിഞ്ഞ 33 വർഷമായി ഈ ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റായി ഇരിക്കുകയും ഈ കഴിഞ്ഞ 9 മാസമായി പ്രസിഡന്റായിട്ട് സേവനം വരികയും ചെയ്യുകയാണ്. അവിടെ വിജയൻ ടീച്ചറിനെ ഈ ഗ്രന്ഥശാലയുടെ പേരിൽ ഞാൻ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഉദ്ഘാടകൻ നമ്മുടെ ഈ മണ്ഡലത്തിന്റെ വികസനത്തിന്റെ തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ MLA കടമ്പള്ളി സുരേന്ദ്രൻ അവർക്ക് ഞാൻ ഈ പരിപാടി പേരിൽ ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഈ ചടങ്ങിന് മുഖ്യപ്രഭാഷണം നടത്തുന്ന ഡോക്ടർ ബുഷ്റ ബീഗം മേഡം കേരള യൂണിവേഴ്സിറ്റിയുടെ അരൂഢ ക്യാമ്പസിലെ സോഷ്യോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. എഴുത്തുകാരിയും ഇടതുപക്ഷ സഹയാത്രികയും കൂടിയാണ്. പുരോഗമന പ്രസ്ഥാനത്തിന്റെ വക്താവായിട്ടുള്ള ശ്രീ ബുഷ്റ ബീഗം മേഡത്തിന് ഈ പരിപാടി ചടങ്ങിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഗ്രന്ഥശാലയുടെ സജീവ പ്രവർത്തകനായിരുന്ന ആയിട്ടുള്ള ശ്രീ മേഡൽ വിഗ്രഹം തിരുവനന്തപുരം നഗരസഭയുടെ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അദ്ദേഹത്തിന് ഈ ഇവിടെ ഇരിക്കുന്ന ആരെയും പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല. അദ്ദേഹത്തിന് ഈ ചടങ്ങിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വാർഡ് മെമ്പർ ജിഷാജോ അവിടെ എത്തും. അതുപോലെ തന്നെ നമ്മുടെ ആശാമുമ്പർ അസോസിയേഷന്റെ സെക്രട്ടറി ഈ ഗ്രന്ഥശാലയുടെ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ശ്രീ ഖാദർ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്രന്ഥശാലയുടെ പഴയ പ്രസിഡന്റ് ഇപ്പോൾ കമ്മിറ്റി അംഗവും വനിതാ ക്ഷേത്ര സമാജം പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ ജി ശിവദാസൻ ആദരപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് 3 പേർക്കും ഈ സംഘത്തിന്റെ ഈ ചടങ്ങിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ മൈത്രി കമ്മ്യൂണിക്കേഷൻസിന്റെ MD ശ്രീ ലാൽസന അദ്ദേഹം ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തിനും ഈ ചടങ്ങിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിയിട്ടുള്ള 3 പേർക്കും അറിയാവുന്നവരും പേര് നേരിട്ട് അറിയാവുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള ഈ ചടങ്ങിനെ ഗൗരവം മനസ്സിലാക്കിയിട്ടുള്ള 3 പേർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. പരിപാടിയിൽ അടുത്തതായി പറയുന്നത് നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ കുറേ വർഷങ്ങളായി MLA ആയിരുന്നു. ഒരു സമയം നമ്മുടെ മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പറയേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നേരിട്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ആദരവോടെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള സമ്മേളനാധ്യക്ഷ, നമ്മുടെ എല്ലാം സ്നേഹവും ബഹുമാനവും ഏറ്റുവാങ്ങുന്ന വിജയൻ ടീച്ചർ, സ്വാഗതം ആശംസിച്ച ശ്രീ രാജീവ്, മുഖ്യപ്രഭാഷണം നടത്തുന്ന കേരള സർവകലാശാലയുടെ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിന്റെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ ബുഷ്റ ബീഗം, പ്രിയങ്കരനായിട്ടുള്ള മേഡൽ വിഗ്രഹം, പ്രിയപ്പെട്ട ശ്രീ മണ്ഡല രാധാകൃഷ്ണൻ, ശ്രീ ജി ശിവദാസൻ കൊല്ലത്തുകര ക്ഷേത്ര സമാജ പ്രസിഡന്റ്, ശ്രീ കെ വിജയകുമാർ തുടങ്ങി ഇവിടെ പങ്കെടുത്തിരിക്കുന്ന ബഹുമാന്യരെ, ശ്രീനാരായണ ഗുരുദേവന്റെ 97ാമത് മഹാസമാധി ദിനമാണ് ഇന്ന്. മലയാളികളുടെ എല്ലാം ഉണ്ടോ ശ്രീനാരായണീയാത്മാക്കൾ ലോകത്തിലെ ഏതെല്ലാം കോളുകളുള്ളവരെല്ലാം ഇന്നത്തെ ഈ ദിനാചരണം അവർ സംഘടിപ്പിക്കുന്നത്. സമാധി ദിനവും അതുപോലെ തന്നെ ജയന്തി ആഘോഷവും ഒക്കെ തന്നെ ഗുരുവിനെ മനസ്സിലാക്കാനുള്ള സന്ദർഭങ്ങളായിരുന്നു. ഗുരുദേവൻ സമൂഹത്തിന് പകർന്നു നൽകിയ ദൃഢതയാർന്ന ആശയത്തെ പ്രാവർത്തികമാക്കുന്നതിന്
നമുക്ക് ഓരോരുത്തർക്കും എന്ത് പങ്കുവഹിക്കാൻ സാധിക്കും എന്നതിനെ സംബന്ധിക്കുന്ന ചിന്തകൾക്ക് യഥാർത്ഥത്തിൽ ഇന്ന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, മറ്റാളുകളുടെ സംസാരിക്കാനുള്ളതുകൊണ്ട് ഞാൻ ദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഇവിടെ സ്വാഗത പ്രസംഗി പറഞ്ഞു, ഗുരുദേവചിന്തകൾക്ക് വളരെയേറെ പ്രാധാന്യമുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ മതങ്ങളുടെയും സാധനം ഒന്നാണെന്ന് നമ്മെ പഠിപ്പിക്കാൻ 1916 തന്നെ സർവമത സമ്മേളനം വിളിച്ചു ചേർത്ത മഹാഗുരുവാണ് ശ്രീനാരായണൻ. അവിടെ സർവമത സമ്മേളനത്തിന്റെ ഉള്ളടക്കം ഗേറ്റിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. വായിക്കാനും വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കാനുമാണ്. വളരെ ലളിതമായിട്ട്, അതിനേക്കാൾ ലളിതമായിട്ടൊരു മഹാസമ്മേളനത്തിന്റെ ഉള്ളടക്കം എങ്ങനെയാണ് അവിടെ എത്തിച്ചേരുന്ന ആളുകളെ മനസ്സിലാക്കിക്കാൻ സാധിക്കും. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. അതിന്റെ സമാപനത്തിൽ ഒരു പറഞ്ഞു, എല്ലാ മതങ്ങളുടെയും സാധനമാണ്. സ്നേഹമാണ് എല്ലാ മതങ്ങളും ലോകത്തിന് സമ്മാനിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത്. അത്തരം വ്യാഖ്യാനവും ദർശനവും നമ്മുടെ സമൂഹത്തിന് ഗുരുദേവൻ സമ്മാനിച്ചു. വളരെ ലളിതമായിട്ട് അദ്ദേഹം ജനങ്ങളെ പഠിപ്പിച്ചു. മതഭേദമായാലും മനുഷ്യൻ നന്നായിരുന്നു, മതത്തിനല്ല, മനുഷ്യന് പ്രാധാന്യം കൊടുത്തു. മതത്തിനല്ല പ്രാധാന്യം കൊടുത്തു. വർത്തമാനകാലത്തെ അവസ്ഥാവിശേഷം പറയുന്നത് മതബോധം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഭരണകൂടം തന്നെ നേതൃത്വം കൊടുക്കും. മത അധിഷ്ഠിതമായിട്ടുള്ള ഭരണ വ്യവസ്ഥ തന്നെ രാജ്യത്ത് കൊണ്ടുവന്നാലെന്ന ആലോചന താല്പര്യം നടക്കുകയാണ്. അന്യമതങ്ങളോട് വലിയ വിദ്വേഷം മനുഷ്യർ പുലർത്തുന്നതായിട്ടുള്ള സാഹചര്യം. ഇത്തരമൊരു സന്ദർഭത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട്. പുതിയ തലമുറ, നമ്മുടെ വിദ്യാർത്ഥികൾ, കുട്ടികൾ ഒക്കെ ആ ദർശനം പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം എത്രമാത്രം വലുതാണെന്നൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. അതിന് സഹായകരമാകട്ടെ ഈ ദിനാചരണം എന്ന് മാത്രം പറഞ്ഞ് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് വലിയ പ്രശ്നം അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. നമസ്കാരം. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നതുകൊണ്ട് പോകാനുള്ള ധൃതി കാരണം ഓരോരുത്തർ ആവശ്യപ്പെടുന്നതനുസരിച്ച് അടുത്തതായിട്ട് ഈ സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലെ തന്നെ വിക്രമനെ പരിചയമില്ലാത്തവരാരും ഇല്ലല്ലോ പോലെ. ശരി, ശ്രീകൃഷ്ണൻ അവരുടെ ആദരവ്. ബഹുമാനപ്പെട്ട അധ്യക്ഷ, വേദിയിലും വിശ്വാസമുള്ള പ്രിയമുള്ളവരെ, ഉദ്ഘാടനം ചെയ്ത് പോയ ബഹുമാനപ്പെട്ട MLA പ്രിയമുള്ളവർ, ഇന്ന് രാവിലെ മുതൽ ഓരോ ചടങ്ങുകൾ ഗുരുവിന്റെ സമാധി ദിനാചരണവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെ 3-ാമത്തെ സ്ഥലത്താണ് പങ്കെടുക്കുന്നത്. MLA 5 മാത്രമല്ല, ഇന്നൊരു ദിവസം എന്റെ സൂചിപ്പിച്ചതുപോലെ ശ്രീനാരായണ ലോകമെമ്പാടും അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് പല പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാം. നമ്മൾ ഓർക്കണം, കൂടുതൽ കൊച്ചുകുട്ടികളുണ്ട്. 97 വർഷമായിട്ട് ഇപ്പോഴും ഈ രീതിയിൽ ഒരു മനുഷ്യനെ അദ്ദേഹം എഴുതിയ വചനങ്ങളെ ഓർമ്മിക്കണമെന്ന്
ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ള നന്മയുടെ ഭാഗമായിട്ടാണ്, ഗുരുദേവൻ ചെയ്തിട്ടുള്ള ത്യാഗത്തിന്റെ ഭാഗമായിട്ടാണ്. ആർക്കു വേണ്ടി എന്നുള്ളതാണ് പുതിയ തലമുറ ചിന്തിക്കുന്നത്. ഗുരുദേവൻ ജീവിച്ചിരുന്ന കാലത്ത് ചുറ്റുപാടും ചെമ്പഴന്തി, തൊട്ടടുത്ത ചെമ്പഴന്തിയിലാണ് നമ്മുടെ ഈ ഉളവൂരെടുക്കമുള്ള പ്രദേശത്ത് ചുറ്റുപാടും വളർന്നു വന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് ഗുരുദേവനെ ആ രീതിയിൽ ഒരു തീരുമാനമെടുക്കുന്നതിനും അല്ലെങ്കിൽ അതിന് വേണ്ടി പ്രവർത്തിക്കുന്നു. മാറുമറയ്ക്കുവാൻ സ്വാതന്ത്ര്യമില്ലാത്ത, മുട്ടിന് താഴെ മുണ്ടെടുക്കുവാൻ സ്വാതന്ത്ര്യമില്ലാത്ത, പണി ചെയ്താൽ പൈസ കിട്ടാത്ത കുറെ അടിമകളെ പോലെ ജീവിക്കുന്ന കുറെ സമൂഹം, അടിച്ചമർത്തപ്പെട്ടവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, അതാണ് ഗുരുദേവൻ ചുറ്റിലും കാണുന്ന കാഴ്ച. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും തൃപ്തിപ്പെടാൻ പോലും പാടില്ലാത്തതുമായിട്ടുള്ള ഒരു ജനസമൂഹം. ആ ജനസമൂഹം അവരുടെ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ടുകൊണ്ടതാണ് അദ്ദേഹം. ഗുരുദേവൻ മാത്രമല്ല, അതിന് മുമ്പും പിൻപും ഒക്കെ തന്നെ ഒരുപാട് നവോത്ഥാന നായകർ ഈ വിഷയങ്ങളിൽ ഇടപെട്ടത്, ഈ കാര്യങ്ങളിൽ ഇടപെട്ടത്. അതിന്റെ എല്ലാം കൂടി പരിണിത ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാവിധമായ സ്വാതന്ത്ര്യം. വിദ്യാഭ്യാസം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, വസ്ത്രം ധരിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഭക്ഷണം കഴിക്കുവാൻ, ഏതിഷ്ടമുള്ള ഭക്ഷണം കഴിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള നിലപാട് സ്വീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. നമ്മൾ ആരുടെയും അടിമകളല്ല എന്നുള്ള ആ ഒരു മനോവികാരം, ആ ഒരു ധൈര്യം ഒക്കെ ഉണ്ടായത് ഗുരുദേവൻ ചെയ്തിട്ടുള്ള, ഗുരുദേവന്റെ പ്രവൃത്തിയുടെ, അദ്ദേഹം എടുത്തിട്ടുള്ള, സമൂഹത്തിന് വേണ്ടി എടുത്തിട്ടുള്ള ആ ഒരു രീതിയുടെ ഭാഗമായിട്ടാണ്. ചിലപ്പോ ചില പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ ചിലപ്പോൾ ധരിക്കുന്നുണ്ടാവും ഇങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടുവന്നാണ്. ഇന്നിപ്പോ നമ്മള് മൊബൈൽ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ഇഷ്ടമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കുവാനോ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലം അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ വളർച്ച. ഇങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടും, അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടായതല്ല, ഇതിങ്ങനെ ഉണ്ടായി മാറി വന്നതല്ല, ഇങ്ങനെ ആയിരുന്നു ലോകമെന്ന് ചിന്തിക്കുന്ന ഒരു പുതിയ തലമുറയുടെ കാലഘട്ടത്തിലാണ് നാം എല്ലാം ജീവിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ. ഇത് ആരുടെയും ഔദാര്യം കൊണ്ട്, ഒരു രാജാവിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണകർത്താവിന്റെയോ ഔദാര്യം കൊണ്ടല്ല ഈ സമൂഹം അടിച്ചമർത്തപ്പെട്ടവൻ, പിന്നോക്ക തള്ളപ്പെട്ടവനെല്ലാം ഉയർന്നു വന്നത്. അതിന് പിന്നിൽ വലിയ പോരാട്ടങ്ങളുടെയും കുറെ കഷ്ടതകളുടെയും ചരിത്രമുള്ളതും കൂടി പുതിയ തലമുറ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒപ്പം പഴയ തലമുറ അവരുടെ മുൻകാലത്തെ, അവരുടെ മുത്തച്ഛയുടെ കാലത്തെ ജീവിത കഥകൾ, ജീവിത സാഹചര്യങ്ങൾ, ജീവിത പശ്ചാത്തലങ്ങൾ വരുന്ന തലമുറയെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു സാഹചര്യമുള്ള വർത്തമാന കാലത്താണ് നാം എല്ലാം ജീവിക്കുന്നത്. ഏറ്റവും അപകടകരമായ ഒരു സാധ്യതയിലേക്ക്, ഒരു സാഹചര്യത്തിലേക്ക് ഈ നാടും ഈ രാജ്യവും ഒപ്പം ഈ കുളത്തൂർ അടക്കം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് സമീപ കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ബോധ്യം എന്നെ പോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് തോന്നുന്നുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, ഇത് അപകടത്തിൽ നിന്നും അപകടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഓരോ ദിവസവും എന്നെ പോലെയുള്ള ആളുകളിൽ നിന്ന് ഉറക്കമെണീക്കുന്നതും ഉറങ്ങുന്നതും എന്ന് ഞാൻ ആ ഒരു അവസ്ഥയിലേക്കാണ് എന്നുള്ളതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ബോധിപ്പിക്കാനുള്ളത്. ഗുരുവിന്റെ സ്മരണകൾ ഒരിക്കലും മറക്കാതിരിക്കട്ടെ. ഗുരുവിന്റെ സ്മരണകൾ ഉത്തരോത്തരം ഈ ലോകത്തിന് മാതൃകയായി അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ, അദ്ദേഹത്തിന്റെ കൃതികൾ. അദ്ദേഹം നല്ലൊരു കവി കൂടിയാണ്, നല്ലൊരു കവിയാണ്. അദ്ദേഹത്തിന്റെ രാവിലെ മുതൽ അദ്ദേഹം എഴുതിയ കൃതികളുടെ ആലാപനങ്ങൾ ഇങ്ങനെ കേട്ടത് എന്ത് മനോഹരവും എന്ത് മധുരവുമാണ് ആ ഭാഷയും അതുപോലെ തന്നെ ആ ഒരു സംഗീത സംവിധാനത്തിനും ഒക്കെ എന്നുള്ളതാണ്. ഒരിക്കലും അതൊന്നും ഈ ലോകത്ത് മായാതിരിക്കട്ടെ, പറയാതിരിക്കട്ടെ. അതിനുവേണ്ടി ശ്രമിക്കുന്ന ആളുകൾ മാത്രമാണ് അറിഞ്ഞുകൊണ്ടേ എന്ന് ഒരു ആഗ്രഹിച്ചുകൊണ്ട് ഇതിനെല്ലാവിധ ആശംസകൾ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ
അസിസ്റ്റന്റ് പ്രൊഫസർ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീ ബുഷ്റ ബീഗം ക്ഷണിക്കുന്നു. ഇവിടെ എല്ലാവർക്കും നമസ്കാരം. ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ വി രാജു, അധ്യക്ഷയായിട്ടുള്ള ശ്രീമതി ജയമ ടീച്ചർ, ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ കടന്നപ്പള്ളി സുരേന്ദ്രൻ എന്നിവരുടെ മുഖ്യ അതിഥികളായിട്ടുള്ള ശ്രീ ശ്രീ മംഗള രാധാകൃഷ്ണൻ, മറ്റു വിശിഷ്ട വ്യക്തികളായിട്ടുള്ള ശ്രീമതി ജിഷാജോ, കാതൻ, ശ്രീ ജി ശിവദാസൻ, ശ്രീ രാമസനം, ശ്രീ ഈ ചടങ്ങിന് പ്രത്യേകത ശ്രീ കെ രുചികുമാർ. എല്ലാവർക്കും ആദ്യമേ ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ടിട്ട് എല്ലാവരും ഈ സന്ധ്യസമയത്ത് ഈ ഒരു ചടങ്ങിലേക്ക് വന്നതിന് ആദ്യമേ ഞാൻ നന്ദി പറയുന്നു. കാരണം ഇന്നത്തെ കാലത്ത് ഒരു ദർശനത്തെ പറ്റി കേൾക്കാൻ അറിയാൻ നേരത്തെ സാധ്യത സംബന്ധിച്ച പോകാൻ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ള ഈ കാലം ഇത്രയും ആൾക്കാരെയും ഓരോരുത്തരെയും ആൾക്കാർ നിറഞ്ഞിരിക്കുന്നത് തന്നെ ഒരു അതിശയമാണ്. ഗുരുവിനെ പറ്റി പറയാനാണ് എന്നെ വിളിച്ചത്. ഞാൻ അതിനെ വിളിച്ചപ്പോഴേ പറഞ്ഞു, ഞാൻ ഗുരുവിന്റെ ദർശനങ്ങളെ പറ്റി അറിവൊന്നും പഠിച്ചിട്ടില്ല, അതിൽ ഗവേഷണം നടത്തിയ ആളുകൾ. മറ്റ് ജനറലായിട്ട് ഞാൻ തന്നെ വരണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ജനറലായിട്ട് ഗുരുവിനെ പറ്റിയുള്ള എന്റെ നിരീക്ഷണം വളരെ സിമ്പിൾ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരുന്ന് എല്ലാവർക്കും ഗുരുവിന്റെ ദർശനങ്ങളെ പറ്റി എനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ പഠിച്ചവരും അറിയാവുന്നവരുമാണ്. പക്ഷെ എന്നാലും ഞാൻ നിരീക്ഷിച്ച കുറെ കാര്യങ്ങളായിട്ടും ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ ചെറിയ കുട്ടികൾ, ഒരുപാട് ചെറിയ കുട്ടികളെ കണ്ടിട്ടുണ്ട്. അപ്പൊ മാഡം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, എൻറോൾമെന്റ് വാങ്ങാനായിട്ട് കുട്ടികളെ എത്തിച്ചേർന്നതാണ്. അപ്പൊ കുട്ടികൾ എന്തായാലും അതിനോടൊരു താല്പര്യത്തോടു കൂടിയായിരിക്കും ഇരിക്കുന്നത്, പ്രസംഗം ശ്രമിക്കാമെന്നുള്ളതായിരിക്കും. അപ്പൊ അതും ഞാൻ കണക്കിലെടുക്കുന്നുണ്ട്. എന്നാൽ മാഡം പ്രത്യേക ഒരു കാര്യം പറഞ്ഞു, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ പകരം ഗുരുവിനെ പറ്റി സംസാരിക്കണം, അത് ഗുരുവിനെ പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങൾ സംസാരിക്കണം എന്നും കൂടി എന്നോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ചില കാര്യങ്ങൾ ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നു. ആ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പം ആദ്യമായി പറയാനുള്ളത്, നമുക്കറിയാം ലോകത്തിന്റെ എല്ലാം ഈ വംശീയ സ്പർദ്ധ നിലവിലിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കഴിയുന്നത്. ജാതി, മതവും എല്ലാ രാജ്യങ്ങളിലും, ഇന്ത്യയിൽ മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും വളരെ വ്യാപകമായി കാണുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോ ശ്രീനാരായണ ഗുരു ഏകദേശം 100-125 വർഷങ്ങൾക്ക് അപ്പുറം, 1855 മുതൽ 1928 ആ പീരീഡ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഗുരു ജീവിക്കുന്നത്. ആ കാലഘട്ടത്തിൽ നമുക്ക് ഇന്നത്തെ കാലഘട്ടം എടുത്താൽ തന്നെ നമുക്കറിയാം, ഇന്നും സോഷ്യൽ ഇനീക്വാളിറ്റി അല്ലെങ്കിൽ സാമൂഹികമായ തുല്യതയില്ലാത്ത അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ 100-125-150 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടം എന്തായിരിക്കും സമൂഹത്തിൽ, എങ്ങനെയായിരിക്കും സമൂഹം ഉണ്ടായിരുന്നിരിക്കുക, ആളുകൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കും അത് നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കുക, ഇതെല്ലാം നമുക്ക് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ. കാരണം ഇന്നും ഇനീക്വാളിറ്റി അല്ലെങ്കിൽ തുല്യത ഇല്ലാതെ നമ്മൾ അസമത്വം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അന്നത്തെ കാലത്ത് വളരെ രൂക്ഷമായിരിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. നേരത്തെ പറഞ്ഞു തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ ഉണ്ടായിരുന്ന കാലമാണ്. എല്ലാവർക്കും ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല. പബ്ലിക് റോഡുകളിലൂടെ, അതായത് പൊതു റോഡുകളിലൂടെ നടക്കാനായിട്ട് എല്ലാ ജാതിക്കാർക്കും സാധിക്കില്ല. എല്ലാ ജാതിക്കാർക്കും തുല്യമായിട്ട് നമുക്ക് പബ്ലിക് വെൽസ് എന്ന് പറയുന്നത് പൊതു കിണറുകളിൽ നിന്ന് നമുക്ക് വെള്ളം പോകാനായിട്ട് സാധിക്കില്ല. ഇപ്പോഴും നമ്മൾ പത്രം വായിക്കുമ്പോൾ കാണാറുണ്ട്, അല്ലെ, UP-യിലോ അല്ലെങ്കിൽ ബീഹാറിലോ പൊതു ടാപ്പിൽ നിന്നോ അല്ലെങ്കിൽ പൊതു കിണറുകളിൽ നിന്ന് ചില ആളുകൾ വെള്ളം എടുത്തതിന്റെ ഭാഗമായിട്ട് ആളുകൾ തമ്മിൽ അങ്ങോട്ടേക്കും ഒരാളെ അടിച്ചു കൊടുക്കും എന്നുള്ള കഥകൾ നമ്മൾ നിത്യേന പത്രങ്ങളിൽ കാണാറുണ്ട്. അപ്പൊ ഇന്നും നിലനിൽക്കുന്ന ഈ കാര്യം. അപ്പൊ അന്ന് ഗുരു ഇതിനെയൊക്കെ എങ്ങനെയായിരിക്കും നേരത്തെ ഇത്രയും ജനവിഭാഗങ്ങൾക്ക്, ആദ്യമേ എനിക്ക് പറയാനുള്ളതാണ്, ഇത്രയും ജനവിഭാഗങ്ങൾക്ക് അത് പ്രതീക്ഷയില്ലാത്ത ഒരു കാലത്ത് വളരെയധികം കോൺഫിഡൻസ് അല്ലെങ്കിൽ ആത്മവിശ്വാസം പകർന്നു നൽകാൻ ഗുരു എന്ന് പറയുന്ന ഒരു സോഷ്യൽ റിഫോമർക്ക് അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കർത്താവിന് കഴിഞ്ഞു എന്നുള്ളതാണ് ആദ്യത്തെ. അത് ഈ കുട്ടികൾ, പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന എന്റെ ഫ്രണ്ടിലിരിക്കുന്ന ചെറിയ കുട്ടികൾ, അവർക്ക് കിട്ടിയ ഈ ദർശനമാണ് ആദ്യം മുന്നിൽ പിടിക്കേണ്ടത്. നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ റീൽസ് കണ്ടു കഴിഞ്ഞാലോ നമുക്ക് ഈ കോൺഫിഡൻസ് കിട്ടത്തില്ല. പകരം ഇത്തരം ദർശനങ്ങൾ നമ്മൾ വളരെ അഗാധമായി പഠിച്ചാൽ മാത്രമേ
നമുക്ക് ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ടാൽ മാത്രമേ ഈ കോൺഫിഡൻസ് അല്ലെങ്കിൽ ആത്മവിശ്വാസം വരികയുള്ളൂ എന്നുള്ളതാണ് ആദ്യമായി കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാം. അതുപോലെ തന്നെ ഒരു പല അന്ധവിശ്വാസങ്ങളൊക്കെ ഒരുപാട് അന്ധവിശ്വാസങ്ങളാണ് ഉണ്ടായിരുന്നു. കെട്ടുകല്യാണം അല്ലെ, കെട്ടുകല്യാണം വളരെ ചെറുപ്പത്തിലെ തന്നെ കുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ചേൽപ്പിക്കുന്ന പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെതിരെയൊക്കെ ശക്തമായ നിലപാട് വരും. നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്താണ് വളരെ എളുപ്പമല്ലേ, പക്ഷെ നമുക്ക് വീട്ടിന്റെ തൊട്ടപ്പുറത്ത് നടക്കുന്ന ഒരു കാര്യത്തിന് പോലും നമുക്ക് ഇടപെടാനോ അല്ലെങ്കിൽ ഒന്നും നമുക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സമൂഹം നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങളിലേക്ക് വളരെ ധൈര്യപൂർവ്വം ഇറങ്ങി ചെല്ലുകയും ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയും മറ്റു കാര്യം പോകണമൊന്നുമില്ലല്ലോ. അപ്പൊ എങ്ങനെയായിരിക്കും ഒരു വ്യക്തി ഇത്തരം കാര്യങ്ങളിലേക്ക് വളരെ കോൺഫിഡൻസോടുകൂടി ഇടപെട്ടതും അതിനെതിരെ പോരാടിയതും എന്ന് നമ്മൾ ശക്തമായി ആലോചിക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഗുരു പറഞ്ഞ ഒരു കാര്യം, ഗുരു ദർശനങ്ങൾ പഠിച്ച് ഗുരുവിന്റെ പല കാര്യങ്ങൾ മനസ്സിലാക്കിയവരെല്ലാവരും തന്നെ ഈഴവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ മാത്രം ആകരുതെന്നുള്ളത് അത് അദ്ദേഹം എടുത്തു പറയുന്നത്. അതുകൊണ്ടാണ് എന്നെ പോലുള്ള ആൾക്കാരൊക്കെ വരുന്നത്. കാരണം ഞങ്ങൾക്ക് പഠിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, കൂടുതൽ ഗുരുദർശനങ്ങളെ പറ്റി പഠിക്കാൻ താല്പര്യമുണ്ട്. ഒരു ജാതിയിൽപ്പെട്ട ഈഴവ ജാതിയിൽപ്പെട്ടവർ മാത്രമാകരുത് ഇവരെല്ലാം. എല്ലാവരെയും തുല്യതയോടെ കാണണം, എല്ലാ ജാതിയും ഒരേപോലെ കാണണം, സമഭാവനയോടെ കൂടെ. സമഭാവന എന്ന് പറയുന്ന ഒരു ഐഡിയ വളരെ ലേറ്റ് ആയിട്ടാണ് നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ വന്നത്. പണ്ട് കാലത്ത് സമഭാവനയൊന്നുമില്ല. പണ്ട് സ്ത്രീകളെന്ന് പറയുന്ന ഒരു വർഗത്തിന് ഒരു വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ ഒരു സമൂഹമായിട്ടോ കൺസിഡർ ചെയ്യപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അമേരിക്കയിൽ പോലും വോട്ടവകാശം കിട്ടുന്നത് 1920-കളിലാണ്. അല്ലെങ്കിൽ ആദ്യമായിട്ട് വോട്ടവകാശം വരുന്നത് ന്യൂസിലൻഡ് പോലുള്ള മറ്റു രാജ്യങ്ങളിലാണ്. അവിടെ വരുന്നത് തന്നെ ഒരു 1800s അവസാനം അല്ലെങ്കിൽ ഒരു 1900 അത് കഴിഞ്ഞിട്ടുള്ള വർഷങ്ങളിലാണ് ഈ വോട്ടവകാശം ഉണ്ടാകുന്നത്. നിങ്ങളോട് വോട്ട് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല. സ്ത്രീകളോടനെ പറയും ചേട്ടൻ എന്ന് പറയുമ്പോൾ അതിന് ഞാൻ വോട്ട് ചെയ്യാം. വളരെ എന്താണ്, അതൊരു വ്യക്തി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു അവകാശമാണ്. അപ്പൊ ആ അവകാശം കിട്ടുന്നത് പോലും വെറും 100 വർഷങ്ങൾക്കായതേ ഉള്ളൂ. അതിന് മുമ്പേ സ്ത്രീകളെ ഒരു മൃഗത്തിന് തുല്യം, അതായത് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ സമൂഹങ്ങൾ ഒരു കാലത്തും പരിഗണിക്കപ്പെട്ടിരുന്നില്ല. അപ്പൊ ആ ഒരു കാലഘട്ടത്തില് എല്ലാവരെയും സമഭാവനയിൽ കാണണം എന്ന് പറഞ്ഞ ഗുരു അപ്പൊ എന്തുമാത്രം ഒരു ഐഡിയ അല്ലെങ്കിൽ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും അത് പറഞ്ഞത്. ഇന്നും സമഭാവന എന്ന് പറയുമ്പോൾ പലർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. സമഭാവനയോ അതെന്താണ്, അവിടെ ചില വ്യത്യാസങ്ങളില്ലേ എന്ന് ചോദിക്കുന്ന വിഭാഗങ്ങളെയാണ് നമ്മൾ കാണാറ്. അപ്പൊ സമഭാവന എന്ന് പറയുന്ന, തുല്യത എന്ന് പറയുന്ന ആശയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് ഏറ്റവും ശക്തമായും വ്യക്തമായും പറയുന്ന ഗുരുദർശനങ്ങളെ നിങ്ങൾ കൃത്യമായി മുറുകെ പഠിക്കുന്നതിലൂടെ നിങ്ങളുടെ കോൺഫിഡൻസും മാത്രമല്ല നമ്മളുടെ എല്ലാവരുടെയും ഒരു ജീവിതത്തിന് കുറച്ചുകൂടി ഒരു നിറം പകരുന്നതാണെന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. അതുപോലെ അദ്ദേഹം പറഞ്ഞ കാര്യം, ഒരുപാട് സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ്, തുടങ്ങണമെന്നാണ്. സ്കൂളുകൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് എല്ലാ ജനങ്ങളെയും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുന്നതെന്നാണ്. വേറെ ഒന്നും കൊണ്ട് നമുക്ക് പ്രബുദ്ധരാകാൻ പറ്റില്ല അല്ലെ. അപ്പൊ വിദ്യ കൊണ്ട് നമ്മൾ പ്രബുദ്ധരാണ്. അതുപോലെ ഒരുപാട് ക്ഷേത്രങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. ക്ഷേത്രം അല്ലെങ്കിൽ ടെമ്പിൾ എന്ന് പറയുമ്പോൾ സാധാരണ കാണുന്ന ഒരു ക്ഷേത്രത്തിന്റെ ഒരു രൂപമല്ല ഒരു ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൂടെ മനസ്സിലാക്കിയത്. അദ്ദേഹം ഉദ്ദേശിച്ചത് ഒരു ക്ഷേത്രമാണെങ്കിൽ അവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള സ്ക്രിപ്ചേഴ്സ് ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ലിഖിതങ്ങൾ ഉൾപ്പെടുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ സ്റ്റൈലിലുള്ള ടെമ്പിൾ ആവരുത്. പകരം വലിയൊരു ഹോള് പോലെ, വലിയൊരു വിശാലമായിട്ടുള്ള ഒരു ഹോള് പോലെ ആയിരിക്കണം ഒരു ടെമ്പിളിനെ നമ്മൾ നിർമ്മിക്കേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാവരും അവിടേക്ക് വരണം, എല്ലാവരും ഇതുപോലെ ഇരുന്ന് ചർച്ച ചെയ്യണം. എല്ലാവരും ചർച്ച ചെയ്യണം, എല്ലാവർക്കും ഒരേപോലെ. സാധാരണ അന്നത്തെ കാലത്ത് എല്ലാവർക്കും ഒരുപോലെ ഇരിക്കാൻ പറ്റത്തില്ല അല്ലെ. അപ്പൊ നിങ്ങൾ ഒരു ബ്രാഹ്മണാണെങ്കിൽ ബ്രാഹ്മണിൽ നിന്നും അല്ലെങ്കിൽ ഒരു അടുത്ത കമ്മ്യൂണിറ്റി, ജാതി ശൃംഖലയിൽ വരുന്ന അടുത്ത കമ്മ്യൂണിറ്റി 36 അടി മാറി തന്നെ അയാൾക്ക് കാണാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാനോ സാധിക്കുകയുള്ളൂ എന്നുള്ള കാലഘട്ടത്തിലാണ്. അപ്പൊ ക്ഷേത്രങ്ങളെ ഒരുപാട് നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ ആ ക്ഷേത്രങ്ങളെ പറ്റി ഗുരുവിനുണ്ടായിരുന്ന കാഴ്ചപ്പാട് വളരെയധികം ഡിഫറൻ്റ് ആണ്. ഇന്ന് കാണുന്ന ക്ഷേത്രങ്ങളുടെ അതേ മാതൃകയിൽ അല്ല എന്നുള്ളത് നമ്മൾ വളരെയധികം ഡിഫറൻസ്. അതിനകത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് വർത്താനം പറയുക എന്നുള്ളത് അദ്ദേഹം എടുത്തു പറയുന്നു. അപ്പൊ എല്ലാവരും ഒരുമിച്ചിരിക്കുക എന്ന് പറയുന്നത് വീണ്ടും ആ സമഭാവനയുടെ ഒരു ഐഡിയ വീണ്ടും അദ്ദേഹം അവിടെ എഴുതുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പം അന്ന് നിലവിലിരുന്ന സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടുള്ള എല്ലാ നിർമ്മിതികളും അദ്ദേഹം ഒളിച്ചടുക്കി കൊടുത്തു. അപ്പൊ അന്ന് വരെ ഉണ്ടായിരുന്നു ഒരുപാട് മറ്റ് സോഷ്യൽ റിഫോമേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട് കേരളത്തില്. അയ്യങ്കാളി, ശ്രീ അയ്യങ്കാളി, മറ്റ് അബ്ദുൽ ഖാദർ അല്ലെങ്കിൽ മറ്റ്
ചില ആൾക്കാരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ പേരുകൾ ഞാൻ ചിലത് ഞാൻ വിട്ടുപോയതുകൊണ്ടാണ് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും തുല്യതയോടെ വർഷിപ്പ് ചെയ്യണം, അതായത് ആരാധിക്കാനുള്ള സമയം. ഏത് ക്ഷേത്രത്തിലും ഏതൊരാൾക്കും ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ളതുപോലെ ആരാധിക്കാനുള്ള സമയം. കാരണം ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരു വ്യക്തിക്ക് മാത്രം ഉണ്ടായതല്ല. എല്ലാവരെയും സൃഷ്ടിക്കപ്പെട്ടത് ദൈവം എന്ന് വിശ്വസിക്കുന്നത് ദൈവത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ള ഒരു കൺസെപ്റ്റില്. അപ്പൊ എപ്പോഴും നമുക്ക് എല്ലാവർക്കും എല്ലാ ക്ഷേത്രങ്ങളിലും പോയി ആരാധിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം വേണമെന്ന് അദ്ദേഹത്തിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യവും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് കാണേണ്ടതാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അദ്ദേഹം ചെയ്തത് മതങ്ങളെ ഡെമോക്രറ്റൈസ് ചെയ്തില്ല. ഡെമോക്രറ്റൈസ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യവൽക്കരിച്ചു എന്നാണ്. ഈ ജനാധിപത്യം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ പറയും, ഇവിടെ ഇരിക്കുന്ന കുട്ടികളെല്ലാം കേട്ടി ഇന്ത്യ ആണ് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. എന്താണ് ജനാധിപത്യം? എന്താണ് ജനാധിപത്യം? ജനങ്ങളാലല്ലേ, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നു, ജനങ്ങളാൽ നയിക്കപ്പെടുന്നു എന്നുള്ള കോൺസെപ്റ്റാണ്. അപ്പൊ എല്ലാവരും തുല്യം, നമുക്ക് എല്ലാവർക്കും ആ ഒരു ഡിസിഷൻ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളതാണ്. അപ്പൊ മതത്തിൽ തന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരാധനാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് എല്ലാവർക്കും തീരുമാനം എടുക്കാൻ, എല്ലാവർക്കും ഇതുപോലെ ഒരുപോലെ ആക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് ഇത് പറയുന്നത്. അത് ഈ മതത്തെ ഡെമോക്രറ്റൈസ് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം ഈ മതം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളും പൗരോഹിത്യം വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത്ര എളുപ്പമൊന്നുമല്ല ഇതിനെ വെല്ലുവിളിക്കാറുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എടുത്തിട്ടുള്ള ശ്രമങ്ങൾ എത്രമാത്രം കഠിനമാണെന്നുള്ളതാണ് നമ്മളെല്ലാവരും ആലോചിക്കുന്നത്. അദ്ദേഹത്തിനെയാണ് നമ്മൾ കേരളത്തിലെ ഫാദർ ഓഫ് അല്ലെങ്കിൽ റിനൈസൻസ് അല്ലെങ്കിൽ നവോത്ഥാനത്തിന്റെ പിതാവെന്ന്, കേരളത്തിലെ നവോത്ഥാനത്തിന്റെ പിതാവെന്ന് നമ്മൾ അറിയപ്പെടുന്നത് അല്ലെ, നമ്മൾ അറിയുന്നത് അദ്ദേഹത്തിനെയാണ്. ഈ നവോത്ഥാനം കേരളത്തിൽ എങ്ങനെയാണ്? കേരളത്തിന്റെ നവോത്ഥാനമായിട്ട് എപ്പോഴും പറയും കേരള റിനൈസൻസ്, കേരള നവോത്ഥാനം. രണ്ട് കാര്യങ്ങളെ മുൻനിർത്തിയാണ് കേരളത്തിന്റെ നവോത്ഥാനം വരുന്നത്. ഒന്ന് ഈ പറഞ്ഞ സോഷ്യൽ റിഫോമേഴ്സിന്റെ, സാമൂഹിക പരിഷ്കർത്താക്കളുടെ പ്രവർത്തനം. അതൊന്ന് ജാതിക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ അല്ലെങ്കിൽ അസമത്വങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ. അതുപോലെ തന്നെ സർക്കാരുകൾ ഏറ്റെടുത്തിട്ടുള്ള പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എടുത്തിട്ടുള്ള പല പുരോഗമനാത്മകരമായിട്ടുള്ള ചില പ്രൊനൗൺസിയേഷൻ വരുന്നത് തെറ്റിപ്പോകുന്നത്. അപ്പൊ പുരോഗമനാത്മകമായിട്ടുള്ള ചില നിലപാടുകൾ അത് നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യ രംഗത്ത്, അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത്, മറ്റു രംഗങ്ങളിലെല്ലാം തന്നെ വളരെ നിസ്തർക്കമായിട്ടുള്ള ഒരു പുരോഗമനം കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളെ ചുറ്റിയാണ് നമുക്ക് കേരളത്തിൽ ഒരുപാട് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇപ്പൊ നമ്മളെപ്പോഴും ഉത്തരേന്ത്യയും തെക്കേ ഇന്ത്യയും നമ്മൾ കമ്പയർ ചെയ്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ എപ്പോഴും സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ പല രീതിയിലും വ്യത്യസ്തരാണ്. അപ്പൊ എന്താണ് അതിന്റെ കാരണം? അതിനുള്ള കാരണം കൂടുതൽ പുരോഗമനാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടെ നിന്നാണ്, തെക്കേ ഇന്ത്യയിൽ നിന്നാണ് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സാമൂഹിക പരിഷ്കർത്താക്കളുണ്ടായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ചലനാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ഈ സാമൂഹിക പരിഷ്കർത്താക്കളുടെ പ്രവർത്തന ഫലമായിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഉത്തരേന്ത്യയും അവിടെ നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും കാണാം, നമ്മുടെ ഇവിടെ കാണുന്ന രീതിയിലുള്ള ജാതിയോ മതങ്ങളോ അല്ലെങ്കിൽ തർക്കങ്ങളോ അല്ല നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അതിന്റെ രീതി തന്നെ വ്യത്യസ്തമാണ്. അതിനുള്ള കാരണം ഈ പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താക്കളുടെ ഒരു പ്രവർത്തന ഫലമാണ്. അപ്പോൾ നമ്മൾ ഈ റിനൈസൻസിനെ പറ്റി പറയുമ്പോൾ ആദ്യമായിട്ട് അതിന്റെ ആ വാക്കിന്റെ അർത്ഥം അല്ലെങ്കിൽ നവോത്ഥാനം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം റീബർത്ത് എന്നാണ്. ഒന്നും കൂടെ പുനർജനിക്കുക എന്തോ ഒരു കാര്യം ഉണ്ടായിരുന്നു, അത് ഒരു പുതിയ ഒരു രീതി വരുന്നതിനെയാണ്. ഇത് 15th സെഞ്ച്വറിയിലാണ് സാധാരണ ആദ്യമായിട്ട് ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. അത് ചിലപ്പോൾ നമുക്ക് ഈ റൂസോകളുടെ ഫ്രഞ്ച് ദാർശനികളുടെ ഒക്കെ വിഷയങ്ങളിൽ നമുക്ക് ഈ വാക്ക് പ്രധാനമായിട്ട് ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നവോത്ഥാന ആശയങ്ങൾ, ലോകത്തിന്റെ നവോത്ഥാന ആശയങ്ങളിൽ മാർക്സിനെയും എംഗൽസിനെയും സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആശയങ്ങൾ, അവരുടെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലൂടെ തന്നെ പുതിയ രീതിയിലുള്ള നവോത്ഥാനം അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള ചലനങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ശ്രീനാരായണ ഗുരുവിലേക്ക് വരികയാണെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കേരളത്തിന്റെ ഒരു നവോത്ഥാന പിതാവെന്ന് എന്തുകൊണ്ടാണ് അറിയപ്പെടുന്നത്? അതിൽ നമുക്ക് ആദ്യമായി പറയാനുള്ളത്, അന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും എല്ലാ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി അഥവാ വളരെ ജാതി ശൃംഖലയിൽ താഴെ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ആളുകൾ വളരെയധികം പ്രയാസങ്ങളൊന്നും സഹിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ കൂടാനോ പല പ്രശ്നങ്ങൾ സഹിച്ചു. അവരെയൊക്കെ എങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് അദ്ദേഹം ആദ്യം ശ്രമിച്ചത്. അതിനു വേണ്ടിയാണ് അദ്ദേഹം SND, എനിക്ക് എല്ലാവർക്കും അറിയാം, ശ്രീനാരായണ ധർമ്മപരിപാലന സംഘം ആവിഷ്കരിച്ചത്. അപ്പൊ അതിനെ തന്നെ അദ്ദേഹം എന്തുകൊണ്ടാണ് അദ്ദേഹം സാധാരണ അതിനൊരു
ജാതിയുടെ പേര് വേണമെങ്കിൽ കൊടുക്കാമെന്ന്. പക്ഷെ അദ്ദേഹം അത് കൊടുത്തില്ല. പകരം അതിനെ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം എന്നാണ്. സാധാരണ എല്ലാ സംഘടനകളുടെയും പേരിൽ ഒരു ജാതിയും കൂടെ അതിന്റെ കൂടെ മറ്റ് ഇതെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഈ ഒരു പ്രസ്ഥാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഈഴവരെ എന്തുമാത്രം, പ്രത്യേകിച്ചും അവരുടെ പല പ്രശ്നങ്ങളിൽ നിന്നും അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട്, ഉയർത്താനായിട്ട് അദ്ദേഹം നടത്തിയ ശ്രമങ്ങളാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തൊട്ടുകൂടായ്മയ്ക്കെതിരെ അദ്ദേഹം പോരാടിയത്, അതുപോലെ മറ്റു ജാതി കോമരങ്ങളെ, അന്നുണ്ടായിരുന്ന ജാതി കോമരങ്ങളെ വെല്ലുവിളിച്ചാണ് അദ്ദേഹം പല കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്കറിയാം, മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, അദ്ദേഹത്തെ പറഞ്ഞ പോലെ വിദ്യാഭ്യാസത്തിന് എന്തുമാത്രം ശ്രമങ്ങൾ എടുക്കാൻ പറ്റും അത്രയും അദ്ദേഹം ശ്രമങ്ങൾ എടുത്തു. എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിച്ചു. അതുപോലെ തന്നെ മറ്റ് സാമൂഹികമായിട്ടുള്ള അനാചാരങ്ങളെ അദ്ദേഹം വെല്ലുവിളിച്ചു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ പറയേണ്ടത്, യങ്സ്റ്റേഴ്സ് പ്രത്യേകിച്ചും യുവജനങ്ങൾ പ്രത്യേകിച്ച് കേൾക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം ലഹരി വസ്തുക്കളെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാനാണ്. ഇന്ന് നമ്മൾ പത്രത്തിൽ എപ്പോഴും കാണുന്ന ഒരു വിഷയമാണ് ലഹരി ഉപയോഗിച്ചു, അത് ഉപയോഗിച്ചു, ഇത് ഉപയോഗിച്ചു, ഇയാളെ പിടിച്ചു, കൊല നടന്നു, ഇങ്ങനെ കേൾക്കുന്നത്. പക്ഷെ ഈ ഒരു ദർശനം ആൾക്കാർ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. അല്ലെങ്കിൽ കുറെ അധികം കാര്യങ്ങളിലെങ്കിലും നമുക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഗുരുദർശനങ്ങളെ അതേപടി ഉൾക്കൊള്ളാതെ വീണ്ടും വീണ്ടും ചില ആൾക്കാരുടെയെങ്കിലും സ്വാർത്ഥ ലാഭത്തിലോ അല്ലെങ്കിൽ സ്വാർത്ഥ ഇഷ്ടങ്ങൾക്കോ വേണ്ടി അതിനനുസരിച്ച് ഈ പറഞ്ഞ ദർശനങ്ങളൊക്കെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് പെരുമാറുന്നു. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇൻടോക്സിക്കന്റ് ആയിട്ടുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുതെന്ന് കൃത്യം പറഞ്ഞ ഒരു വ്യക്തിയാണ് ശ്രീനാരായണൻ. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കുന്നതാണ്. ഇതെല്ലാം ശക്തമായിട്ട് അദ്ദേഹം എതിർക്കുകയും വളരെയധികം നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ചും ഡൗൺലോഡായിട്ടുള്ള അല്ലെങ്കിൽ താഴേക്ക് ജാതി ശൃംഖലയിൽ താഴേക്കിടയിൽ അന്ന് വിളിക്കപ്പെട്ടിരുന്ന ആൾക്കാർക്ക് വേണ്ടി അദ്ദേഹം പ്രയത്നിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കേരളത്തിലെ നവോത്ഥാന നായകൻ അല്ലെങ്കിൽ പിതാവ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കള്ളു കുടിക്കരുതെന്നാണ് അദ്ദേഹം പ്രധാനമായിട്ട്. പക്ഷെ നമ്മുടെ ഡേറ്റ നോക്കുവാണെങ്കിൽ ഞാൻ ഡേറ്റ ഒക്കെ പറയാം. അതിൽ പറയുന്നത് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ കണക്കനുസരിച്ച് 34% ആളുകൾ തീവ്രമായിട്ട് ലഹരിയിൽപ്പെട്ട ആളുകൾ കള്ളു കുടിക്കുന്നുണ്ടെന്ന്. അപ്പൊ ഗുരുദർശനങ്ങളെ ഉൾക്കൊണ്ടോ? ഇത്രയും പേര് ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. ഇനി മറ്റൊരു കണക്കായിട്ടുള്ള നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ അവരുടെ 2019-20 കാലഘട്ടത്തിൽ അതിൽ പറയുന്നത് 43% പേര് കള്ളു കുടിക്കുന്നു. പക്ഷെ അപ്പൊ ഇത്രയും പേര് ഈ പ്രസ്ഥാനങ്ങളും ഈ പറഞ്ഞ ഇനിയും പല കാര്യങ്ങളും അവരിലേക്ക് എത്തിക്കേണ്ടിയിരിക്കുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരും ഇത് കേട്ടിട്ട് ഇതാണ് ഗുരുപാദം, ഇതാണ് ഗുരുവിന്റെ യഥാർത്ഥ ദർശനം എന്ന് പറഞ്ഞ് മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഈ കള്ളിന്റെ പ്രശ്നം കൊണ്ട് തന്നെ ഇത് പല മേഖലകളെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. കുടുംബം, ആരോഗ്യം, കുടുംബമായിട്ട് ബന്ധപ്പെട്ടല്ലേ? ആൽക്കഹോളിസം എപ്പോഴും കുടുംബമായിട്ട് ബന്ധപ്പെട്ടാണ്. എങ്ങനെയാണ് കുടുംബമായിട്ട് ബന്ധപ്പെടുന്നത്? കള്ളുകൂടി കുടുംബം എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഒരാൾ ഒരു ഗൃഹനാഥൻ കള്ളു കുടിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ ഗൃഹനാഥൻ കള്ളു കുടിക്കുന്നതോടെ ഫാമിലിയുടെ മൊത്തം പരിപാടികളവിടെ തീർന്നു. സ്ത്രീകളെല്ലാം എല്ലാ ദിവസവും ഈ പുരുഷന്മാരുടെ അല്ലെങ്കിൽ മറ്റ് അട്രോസിറ്റീസിനെ അല്ലെങ്കിൽ അവരുടെ അതിക്രമങ്ങളെ ചെറുത്ത് തീർക്കേണ്ടി വരും. ഇതിനെയൊക്കെ ആര് രക്ഷിക്കും? സ്റ്റേറ്റിന് എല്ലാവരെയും ഒന്ന് രക്ഷിക്കാൻ പറ്റും? ഇല്ല. പകരം വ്യക്തികൾ തന്നെയാണ്. അപ്പൊ വ്യക്തികളെ രക്ഷിക്കപ്പെടണമെങ്കിൽ ഇത്തരത്തിലുള്ള ദർശനങ്ങൾ വായിക്കുകയും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്കത് സാധ്യമാകും. ഇതൊന്നും ഒരു സ്റ്റേറ്റിലും വയലൻസിലൂടെ നിങ്ങൾ ആരും നാളെ കള്ളു കുടിക്കരുത്, ഞങ്ങൾ ഇവിടെ ബാൻ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് നിർത്താൻ പറ്റത്തില്ല. അവിടെയാണ് ഇത്തരത്തിലുള്ള ദർശനങ്ങളുടെ ഒരു സാമൂഹികവൽക്കരണ പ്രക്രിയ നടത്തുന്ന സ്വാതന്ത്ര്യം. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ചെറിയ ലഘുലേഖകളായിട്ടാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഏർപ്പെടാം, വീട് വിടാതെ കയറി ഇറങ്ങിയിട്ടാണെങ്കിലും ഇതിനെതിരായിട്ട് ഒരു നല്ല പ്രചരണം ആരംഭിക്കണം. അന്ന് ഗുരു ഇത്രയും ദർശനങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത സ്ഥിതിക്ക് ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ലൈബ്രറി അല്ലെങ്കിൽ ലൈബ്രറിയുടെ ഭാരവാഹികളൊക്കെ അത്തരം കാര്യങ്ങൾ ഇടപെടാവുന്നതാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി നമ്മൾ പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുപാട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മൾ എന്താണ് കാണുന്നത്? ഇവിടെ ഇരിക്കുന്നത് ഞാനൊരു എൻ്റെ വിഷയം സോഷ്യോളജിയാണ്. അപ്പൊ ഞാൻ കുറച്ച് വിമർശനപരമായിട്ടായിരിക്കും സംസാരിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെടാമെന്ന് ചെയ്തിട്ട് എന്താണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നടക്കുന്നത്? അതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ്? എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ?
ക്വാളിറ്റി മെച്ചപ്പെടുത്തണമെങ്കിൽ പല കാര്യങ്ങളെ ആശ്രയിച്ചു. ഇപ്പൊ ഞാൻ റെക്കോർഡാണെങ്കിലും പറയുകയാണ്, ഇപ്പൊ നമ്മുടെ ഇവിടെയൊക്കെ പഠിപ്പിക്കുന്ന പല ടീച്ചേഴ്സ് എന്ന് പറയുന്നത് SN പ്രസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ കൊടുത്താണ് അവരെ അപ്പോയിന്റ് ചെയ്യപ്പെടുക. ഇതിനെ നമ്മൾ ശക്തമായിട്ട് എതിർക്കാനാണ്. അതുപോലെ തന്നെ എല്ലാ അംഗങ്ങളുടെയും, എല്ലാ കമ്മ്യൂണിറ്റി അംഗങ്ങളുടെയും പ്രാതിനിധ്യം അവിടെ ഉണ്ടാകണം. എല്ലാ ഡൗൺലോഡായിട്ടുള്ള കമ്മ്യൂണിറ്റിയും പ്രാതിനിധ്യം അവിടെ ഉണ്ടാകണം. അത് മാത്രമല്ല, ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് പഠിപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? മെറിറ്റ് അവഗണിക്കപ്പെടുകയാണ്. മെറിറ്റ് അവഗണിക്കപ്പെടുമ്പോൾ നാളത്തെ പുതിയ പൗരന്മാരെ വാർത്തെടുക്കപ്പെടേണ്ട ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള ആൾക്കാർ ക്വാളിറ്റി ഇല്ലെങ്കിൽ പിന്നെ ഇത് പറഞ്ഞു കൊടുക്കാൻ ആരുണ്ട്? അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ കൂടെ ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്യുക തന്നെ. അത് വിമർശനപരമാണ്. നമ്മൾ അപ്രിയം പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ എങ്കിലും പ്രത്യേകിച്ച് ശ്രീ ഗുരുനാരായണ ദർശനങ്ങളെ പഠിക്കുമ്പോൾ അത് പ്രത്യേകം എടുത്തു പറയണം. അദ്ദേഹം എത്രമാത്രം സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു, വളരെ സിമ്പിളാക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം സമുദായം വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കി വെച്ചിരിക്കുന്നു. അപ്പൊ അത്തരം കാര്യങ്ങളെ നമ്മൾ കൂടിച്ചെഴുതുക തന്നെ വേണം. എന്തൊക്കെ അതിനകത്ത് പ്രശ്നങ്ങൾ നമുക്ക് നേരിടാം അത് എടുത്ത് ഞാൻ ഈ വേദിയിൽ പറയാം. അതുപോലെ തന്നെ നമ്മൾ അൺടച്ചബിലിറ്റി റിമൂവ് ചെയ്തുള്ളൂ, അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ ഇന്നില്ല എന്ന് പറയും. നമ്മൾ പറയും ക്ലാസ്സിലൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ പറയും ഇപ്പൊ ജാതിയൊന്നുമില്ല, ഇപ്പൊ ജാതി. പക്ഷെ ജാതി ഇല്ലെന്ന് പറയുമ്പോഴും ചില എലമെന്റ്സ് അവിടെ ഉണ്ട്. ജാതിയുടെ ചില എലമെന്റ്സ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്, ചില ആംഗിളിൽ നോക്കുമ്പോൾ ഉണ്ട്. അതിന് കാരണം ഇന്നിപ്പോ നമ്മൾ കേട്ടു, രാവിലെ എന്താണ് കേട്ടത്? TV ഒരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ, ഒരു ദുരഭിമാന കൊല അല്ലെ, കൊല്ലത്താണ് തോന്നുന്നു. കൊല്ലത്ത് ഒരു പെൺകുട്ടി അല്ല, ഒരു 19 വയസ്സുകാരനെ പിന്നെ പെൺകുട്ടിയുടെ അച്ഛൻ കുത്തിക്കൊണ്ടുവന്നു. അങ്ങനെ എന്തുകൊണ്ട് കേട്ടത്? ഇതെന്താണ് ഇത് നടക്കുന്നത്? അപ്പൊ ജാതി, ഒരേ വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമേ ഇത്തരത്തിലുള്ള വൈവാഹിക ബന്ധങ്ങൾ പാടുള്ളൂ എന്ന് ആളുകൾ ഇന്നും വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഒരേ മതത്തിൽപ്പെട്ട ആൾക്കാർ മാത്രം വിവാഹം കഴിക്കാമെന്ന് ആളുകൾ ഇന്നും വിശ്വസിക്കുന്നു. ആയിക്കോ, പക്ഷെ ഇത്തരത്തിലുള്ള കൊലകളെങ്കിലും ഒഴിവാക്കേണ്ടതായിരുന്നു. അപ്പൊ ഇത് നമുക്കിപ്പം പ്രണയമൊന്നും നമുക്ക് തടസ്സപ്പെടുത്താൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇത് നിങ്ങൾ നാളെ കൊണ്ട് പ്രണയിക്കരുതെന്ന് പറയാം. പക്ഷെ ഈ ജാതിയുടെ എലമെന്റ്സ് നിൽക്കുന്നിടത്തോളം കാലം ഈ ദുരഭിമാന കൊലകൾ തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മളിപ്പോ ഈ കഴിഞ്ഞ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് നമ്പർ ഇപ്പൊ കൂടിയിരിക്കുകയാണ്. ഇതിനെയൊന്നും നമുക്ക് ചുമ്മാ നമ്മൾ ഒരു വീഡിയോ യൂട്യൂബിൽ കാണുന്നു, നമ്മളെല്ലാവരും ലൈക്ക് അടിക്കുന്നു, ഷെയർ ചെയ്യുന്നു, കുറച്ച് കമന്റ് അടിക്കുന്നു, കളയുന്നു. നമ്മൾ വിചാരിക്കുന്നത് നമ്മളുടെ സാമൂഹ്യ പ്രവർത്തനം അതോടുകൂടി തീർന്നു, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തതായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ. അതുപോലെ തന്നെ നമ്മൾ സമുദായത്തിന് പ്രത്യേകം എടുത്ത് പറയുകയാണെങ്കിൽ ആളുകളുടെ ഇടയിലുള്ള എഡ്യൂക്കേഷണൽ അറ്റൈൻമെന്റ് വളരെയധികം കുറവാണ്. കാരണം ഈ കോളേജിലൊക്കെ കുട്ടികൾ എത്തുന്നുണ്ടെങ്കിലും ഈ കോളേജിലെ വിദ്യാഭ്യാസത്തിൽ നിന്നുള്ള ഡ്രോപ്പ് ഔട്ട് റേറ്റ്, അതായത് പുറത്തേക്ക് പോകുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതായത് ഇവരൊരു തൊഴിൽ സമ്പാദിക്കുന്നില്ല. ഇപ്പൊ സ്ത്രീകൾ ഒരുപാട് പേര് നമ്മളിപ്പോഴും പറയാറുണ്ട്. അതെ, ചില ആൾക്കാർ ഞങ്ങളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഇനി എന്തിനാണ് ശാക്തീകരണം എന്തിനാണ്? കാരണം നിങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടി, നിങ്ങൾക്ക് ജോലി കിട്ടുക, ഇവിടെ എല്ലാവരും നമ്മുടെ ക്യാമ്പസിലെല്ലാം പെണ്ണുങ്ങളാണല്ലോ, പുരുഷന്മാർ ആരും ഇല്ലല്ലോ എന്ന് പറയും. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? ഈ പെൺകുട്ടികൾ വരുന്നതും അവർക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അവരെ ഈ പറഞ്ഞ തൊഴിൽ രംഗത്തൊന്നും കാണാറില്ല. ഇപ്പോഴും പല സ്റ്റാറ്റിസ്റ്റിക്സും കാണിക്കുന്നത് തൊഴിൽപരമായിട്ടുള്ള സ്ത്രീകളുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് കേരളം ഒട്ടാകെ പറയുന്നത് 15 മുതൽ 20% വരെ ഉള്ളത്. ബാക്കിയുള്ള 80% സ്ത്രീകൾ എവിടെ പോയി? നിങ്ങൾ ക്യാമ്പസുകളിൽ നോക്കുമ്പോൾ മെട്രോ വീടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികളും അല്ലെങ്കിൽ പെൺകുട്ടികളും എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുന്നു. പക്ഷെ തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പ്രാതിനിധ്യം എന്ന് മാത്രമാണ്. അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അസമത്വങ്ങൾ, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അതിക്രമങ്ങൾ എന്തുമാത്രം സ്ത്രീകൾ ഇപ്പോഴും ഫേസ് ചെയ്യും. ഇതൊക്കെ എന്തുകൊണ്ടാണ്? അപ്പൊ ഇതൊക്കെ പഠിക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഗുരുദർശനങ്ങളുമായിട്ട് ചേർത്ത് വായിക്കുമ്പോൾ മാത്രമേ ഇതിനെയൊക്കെ നമുക്കൊരു പരിധിവരെയെങ്കിലും സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കേരളത്തിലെ പലപ്പോഴും അറിയപ്പെട്ടിരുന്നത് ചില സമ്പ്രദായങ്ങളുണ്ട്. ഇപ്പൊ കേരളം പെട്ടെന്ന് പുറത്തുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ നമ്മളോട് കേരളം എന്താണ് പെട്ടെന്ന് പറഞ്ഞാൽ കേരളം ഒരു മാട്രിമോണിയൽ മാതൃദായ സമ്പ്രദായമാണ് നമ്മൾ പിന്തുടരുന്നത്. എന്നൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ മാതൃദായ സമ്പ്രദായം എന്ന് പറയുന്നത് ചില വിഭാഗങ്ങളുടെ ഇടയ്ക്ക് മാത്രം പിന്തുടർന്നു വരുന്ന കാര്യങ്ങൾ. പക്ഷെ മറ്റെല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളാതെ, അതായത് ചില സംസ്കാരങ്ങളെ ഉൾക്കൊണ്ട് ചില സംസ്കാരങ്ങളെ പാടെ അവഗണിച്ചുമാണ് പലപ്പോഴും സമൂഹങ്ങളെ വിലയിരുത്തുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ട്. അപ്പൊ എപ്പോഴും നമ്മൾ ഒരു സംസ്ഥാനത്തിനെ പറ്റി പറയുമ്പോൾ ആ സംസ്ഥാനത്ത് ഏതെല്ലാം വിഭാഗങ്ങളുണ്ടോ, ഏതെല്ലാം സമുദായങ്ങളുണ്ടോ, ഏതെല്ലാം കമ്മ്യൂണിറ്റീസ് ഉണ്ടോ, ഇതിനെ എല്ലാം എടുത്തു പറഞ്ഞ് ഈ സംസ്കാരങ്ങളുടെ വൈവിധ്യത്തെ ആക്ച്വലി ആഘോഷിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു എലീറ്റ് ഗ്രൂപ്പ്സിൽ അല്ലെങ്കിൽ നമ്മൾ സോക്കോൾഡ്
അത് വലുത് എന്ന് അല്ലെങ്കിൽ വിശിഷ്ടം എന്ന് വിളിക്കപ്പെടുന്ന ഒരു സംസ്കാരത്തെ മാത്രം എടുത്ത് പറയുക അല്ല നമ്മൾ ചെയ്യേണ്ടത്. പകരം സംസ്കാരങ്ങളുടെ വൈവിധ്യത്തെ നമ്മൾ ആഘോഷിക്കുക. അപ്പോൾ ഈഴവ ജാതിയിലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഡൗൺറോഡ് ജാതിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട സമുദായത്തിലോ ഒക്കെ ഉള്ള ആചാരങ്ങളെ പറ്റി നമ്മൾ പറയണം. കേരളത്തിലെ വിശേഷം അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സോഷ്യോളജിസ്റ്റ്, പ്രത്യേകിച്ച് ഒരു സാമൂഹിക തിയറിസ്റ്റ് പറയുന്ന 2 വാക്കുകളുണ്ട്. അത് ഞാൻ നിങ്ങളോട് വളരെ സിമ്പിളായിട്ട് പറയാം. എല്ലാവർക്കും ബോറടിക്കുകയാണെങ്കിൽ നിങ്ങളും കുറച്ച് പറഞ്ഞു ഞാൻ പിന്നെ അതിൽ പറയുന്നത് ഡോമിനന്റ് കാസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അദ്ദേഹം പറയും. ഡോമിനന്റ് കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡോമിനന്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, സ്വാധീനം ചെലുത്തുന്ന, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മലയാളത്തിൽ മീനിങ് എടുക്കാൻ തോന്നുന്നു. അതില് ഡോമിനന്റ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഡോമിനന്റ് കാസ്റ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറിയപ്പെടുന്നത് അംഗസംഖ്യ എത്രയാണ്. പലപ്പോഴും നമ്മൾ സെൻസസ് നടത്തണം എന്ന് പറഞ്ഞിട്ട് എപ്പോഴും നമ്മൾ സർക്കാരിന്റെ ആവശ്യപ്പെടാറുണ്ട്. രാജ്യ സെൻസസ് നടത്തുന്നത്. അപ്പൊ നിങ്ങൾക്ക് എത്രയാണ് സംഖ്യ, പിന്നെ എന്തൊക്കെയാണ് ഈ ഡോമിനന്റ് കാസ്റ്റ് ഒരു ജാതിയെ വിളിക്കണമെങ്കിൽ അതിന്റെ സാമ്പത്തികമായിട്ടുള്ള ശക്തി, സമുദായ അംഗങ്ങളുടെ സാമ്പത്തിക ശക്തി, രാഷ്ട്രീയപരമായിട്ടുള്ള റെപ്രസെന്റേഷൻ, അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള സ്ഥിതി അല്ലെങ്കിൽ സ്റ്റാറ്റസ്, ഇതിനെയൊക്കെ ബന്ധപ്പെടുത്തിയാണ് ഒരു ജാതിയെ അല്ലെങ്കിൽ ഒരു സമുദായത്തെ ഡോമിനന്റ് അല്ലെങ്കിൽ ഒരു ജാതിയെ ഡോമിനന്റ് കാസ്റ്റ്. പക്ഷെ മുമ്പൊന്നും നമ്മള് ഈഴവ കമ്മ്യൂണിറ്റിയെ പറയുമ്പോൾ ഒരിക്കലും ഡോമിനന്റ് കാസ്റ്റ് ഒന്നും നേരത്തെ വിളിച്ചിരുന്നില്ല. എന്താണ് കാരണം? സമൂഹത്തിന്റെ സ്റ്റാറ്റസ്, സമുദായത്തിന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വളരെ താഴെയാണ്. പല രംഗത്തും കൃത്യമായിട്ടുള്ള റെപ്രസെന്റേഷൻ ഇല്ലാതെ പോകും. രാഷ്ട്രീയ രംഗത്തോ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ രംഗത്തോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തോ ഒന്നും ഇല്ലാതെ പോകും. അതുകൊണ്ട് ഒരിക്കലും ഇത്രയും അംഗസംഖ്യയുണ്ട്. അതുകൊണ്ട് 26% അല്ലേ ഈഴവ സമൂഹത്തിന് അറിയുന്നത്. അപ്പോൾ അത്രയും ന്യൂമറിക്കലി അല്ലെങ്കിൽ ജനസംഖ്യാപരമായിട്ട് ഇത്രയും റെപ്രസെന്റേഷൻ ഉണ്ടായിരുന്നിട്ടും സാമൂഹ്യ സ്ഥിതിയിൽ വളരെ താഴെ ആയതുകൊണ്ട് തന്നെ ഈഴവ സമൂഹത്തിന് സമുദായത്തെ ഒരിക്കലും ഡോമിനന്റ് കാസ്റ്റായിട്ട് നേരത്തെ അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ മറ്റൊരു വാക്കും കൂടി കേൾക്കേണ്ടതാണ്. അതിനെയാണ് അദ്ദേഹം വിളിച്ച ഒരു പേര് സാൻസ്ക്രിറ്റൈസേഷൻ. എന്താണ് സാൻസ്ക്രിറ്റൈസേഷൻ? സാൻസ്ക്രിറ്റ് പഠിക്കുന്നതല്ല, സംസ്കൃതം പഠിക്കുന്നതിനെയല്ല വിളിച്ചത്. പലപ്പോഴും നമ്മൾ വലിയ ജാതികൾ എന്ന് പറയപ്പെടുന്ന ആളുകളുടെ ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ നമ്മൾ അന്ധമായി അനുകരിക്കുന്നതിനെയാണ്. എന്തിനാണ്? നമ്മൾക്ക് അതേ സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടി അനുകരിക്കുന്നതിനെയാണ് അദ്ദേഹം സാൻസ്ക്രിറ്റൈസേഷൻ എന്നുള്ള പറയുന്നത്. ഇത് പലപ്പോഴും ഇന്ന് നമുക്ക് കാണാൻ പറ്റും. പലപ്പോഴും ഈഴവ സമുദായത്തിന് എനിക്ക് തോന്നുന്നു അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ഗുരുദർശനങ്ങളോട് ഒരുപാട് ചേർന്ന് നിന്നിരുന്നു. പല കാര്യങ്ങളും അതിനോടനുബന്ധിച്ച് ഒരുപാട് പ്രോഗ്രസീവായിട്ട് മുന്നോട്ട് പോയിരുന്നു. പക്ഷേ വളരെ റീസെന്റ് ആയിട്ട് വന്ന ചില പുറത്തുള്ള ശക്തികൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സസിന്റെ ഭാഗമായിട്ട് മറ്റ് സമുദായങ്ങളിലുള്ള പല ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അന്ധമായി കോപ്പി ചെയ്യുകയും അതിനനുസരിച്ച് പോവുകയും ഭാവിയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു ഇതും കൂടെ കാണാം. അപ്പോൾ സാൻസ്ക്രിറ്റൈസേഷനിലൂടെ പോകേണ്ട കാര്യമില്ല. പകരം കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്കാരം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, ഒത്തിരിയിരിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ട്, ഒരു ചെറിയ കുട്ടികളുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചെടുക്കുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ന് വളരെ സിമ്പിളായിട്ട് പറയാം. അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ്, ഫോൺ മുതൽ മറ്റു കാര്യങ്ങൾ, ഇതിനെ നമ്മൾ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയും. പിന്നെ നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യുന്ന, നമ്മൾ പിന്തുടരുന്ന ചില ആചാര അനുഷ്ഠാനങ്ങളും മറ്റു കാര്യങ്ങളുമാണ് നോൺ മെറ്റീരിയൽ കൾച്ചർ. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഒരു വ്യക്തിയുടെ കൾച്ചർ എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും നമ്മളിപ്പോൾ വലിയ ഫോൺ, ഐഫോണൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്, ആൻഡ്രോയിഡ് ഫോണും ഐഫോണും ഒക്കെ ഉപയോഗിക്കുന്നു. പക്ഷെ എന്താണ് നോൺ മെറ്റീരിയൽ കൾച്ചറിലേക്ക് നോക്കുമ്പോൾ അത് പണ്ടത്തെ പോലെ അല്ലെങ്കിൽ പഴയ ഇതിൽ തന്നെ ഉണ്ട്. അവിടെ നമ്മുടെ ആറ്റിറ്റ്യൂഡിന് വ്യത്യാസമുണ്ട്, നമ്മളുടെ ഉൾക്കാഴ്ചയ്ക്ക് വ്യത്യാസമുണ്ട്. അപ്പം ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് വ്യത്യാസം വന്നാൽ മാത്രമേ ഒരു സമുദായത്തിന് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് ഒരുമിച്ച് ഒരേ നല്ല രീതിയിലുള്ള പുരോഗമനം ഉണ്ടാകുന്നു. അപ്പൊ അവിടെയെല്ലാം ട്രാൻസ്പോർട്ടൈസേഷൻ അന്ധമായി ചെയ്യാതെ പകരം അതാത് സമൂഹങ്ങൾക്കുള്ള പ്രത്യേകതകളെ നിലനിർത്തി ഗുരു പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ബുക്കും വായിച്ചാൽ കിട്ടാത്ത പല കാര്യങ്ങളും ആ രീതിയിൽ നമ്മൾ പഠിച്ചെടുത്ത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്നുള്ളതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. ഇനി നമ്മൾ ഇത്രയും ഇപ്പം ഞാൻ പറഞ്ഞു, ഈഴവ കമ്മ്യൂണിറ്റി പല ആചാരങ്ങളും മറ്റു കമ്മ്യൂണിറ്റിയെ പോലെ ഒരു പറയാത്ത പല കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നു.
ഈ സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്ന ഈ പ്രോസസ്സിൽ കൂടിയാണ്. അപ്പം എല്ലാവർക്കും പെട്ടെന്ന് തോന്നും നേരത്തെ ഉണ്ടായിരുന്ന ഈ ജാതി എലമെന്റ്സ് ഒക്കെ അത് മാറിപ്പോയി, എല്ലാം തീർന്നു, ഇനിയിപ്പോ ജാതി എലമെന്റ്സ് ഒന്നും ഇല്ല എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. അതെന്തെന്ന് വെച്ചാൽ എല്ലാം ഒരേപോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഒരേപോലെ ആണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് മറ്റ് പല യൂറോപ്യൻ കൺട്രീസിലും അല്ലെങ്കിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളിലും ഈ ജാതിയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പല നിയമങ്ങളും റീസെന്റ് ആയിട്ട് നടപ്പിലാണ്? എന്താണ് കാരണം? ജാതി നമ്മൾ ഏറെക്കുറെ ഇതെല്ലാവരും ഒരേപോലെ ഫോളോ ചെയ്തൊക്കെ ഇല്ലാതായെന്നാണ് നമ്മൾ പൊതുവെ വിശ്വസിക്കുന്നത്. ആ വിശ്വാസങ്ങൾ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഇത്രയും വെസ്റ്റേൺ ഇവിടുന്നെല്ലാം കുടിയേറിപ്പോയ ആൾക്കാർ, ഇന്ത്യയിൽ നിന്ന് പോയ ആൾക്കാർ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഗവൺമെന്റുകൾക്ക് ഈ പറഞ്ഞ ജാതിയിലെ നിയമങ്ങൾ നടപ്പിലാക്കേണ്ടത്. യു കെയിൽ നോക്കിയാലും ഇപ്പൊ യു കെയിലെ നിയമത്തിന്റെ പേരാണെങ്കിൽ ഇക്വാളിറ്റി ആക്ട് 2010 അതുപോലെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആക്ട് 2013 നടക്കും. USA വരുമ്പോഴേക്കും കാലിഫോർണിയ കാസ്റ്റ് ഡിസിഷൻ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ന്യൂയോർക്ക് സിറ്റി ഹ്യൂമൻ റൈറ്റ്സ് 2022 നടപ്പിലാക്കി. അപ്പൊ ഇപ്പൊ എല്ലാ രാജ്യങ്ങളിലും ഇങ്ങനെ നടപ്പിലാക്കി. എന്താണ് കാരണം? അപ്പൊ ജാതി എന്ന് പറഞ്ഞ എലമെന്റ് ഇന്ത്യയിൽ നിന്ന് പോയാലും അവിടെയും തീരുന്നില്ല, അവിടെ ചെന്ന് ജാതി പ്രാക്ടീസ് ചെയ്യും. അപ്പൊ അതിനെ നിരോധിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെയുള്ള ആൾക്കാർ വയ്യാതായിട്ട് അവർ ജാതി ഇവിടെ പറ്റില്ല എന്നുള്ളത്. ജാതിയുടെ പേരുള്ള ഡിസ്ക്രിമിനേഷൻ പാടില്ല. ഒന്ന്, ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളിലും കുടിയേറ്റം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം വളരെയധികം നിർണായകമായ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, പല ആൾക്കാരും നമ്മുടെ സോഷ്യോളജിയിൽ മോഡേണൈസേഷൻ അല്ലെങ്കിൽ പുതിയ പുതിയ ട്രെൻഡുകളെ അനുകരിക്കാനുള്ള അല്ലെങ്കിൽ അതിനെ ഏറ്റെടുക്കാനുള്ള ഒരു താല്പര്യം, അതിനെയാണ് മോഡേണൈസേഷൻ. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇത്. അതുകൊണ്ടാണ് വേറെ ഈ പറഞ്ഞ മറ്റ് എക്സ്റ്റേണൽ ഫോഴ്സുകളും ഇതോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്നത്. എക്സ്റ്റേണൽ ഫോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്? മറ്റ് പല രാഷ്ട്രീയപരമായിട്ടുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഒക്കെ പ്രവർത്തിച്ചിട്ടാണ് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് പോകുന്നത്. ഈ ജാതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ. ഗുരുവിന്റെ ദർശനങ്ങളെ നമ്മൾ ഉയർത്തിപ്പിടിക്കുക, ഗുരു പറഞ്ഞതുപോലെ സമഭാവനയോടെ മറ്റുള്ള ആൾക്കാരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുക, അങ്ങനെ കാണാൻ ശ്രമിക്കുക. നമ്മൾ ജാതിക്കും മതത്തിനും അതീതമായി ചിന്തിക്കുക. ജാതി മതത്തിന് പിന്നെ ആദ്യം മനുഷ്യത്വം എന്നാണല്ലോ ഗുരു പറഞ്ഞത്. അപ്പൊ അതിനനുസരിച്ച് ചിന്തിക്കുക. ഇങ്ങനെയുള്ള മെത്തേഡ് നമ്മൾ ഉൾക്കൊള്ളുന്നതിലൂടെ മാത്രമേ ഈ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇതെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അമേരിക്കയിൽ പോലും അല്ലെങ്കിൽ ബ്രിട്ടനിൽ പോലും ഈ പറഞ്ഞ ജാതി വിവേചനം അവിടെ തുടരില്ല. അപ്പൊ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി പല രീതിയിലും ഇനി എനിക്ക് വേറൊരു ദൂരദർശനത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പ്രവർത്തനം പറഞ്ഞത് പ്ലാന്റിംഗ് ട്രീസ് എന്ന് പറയുന്നത് ഈ സെർവിങ് ഹ്യൂമാനിറ്റി. നമ്മൾ എത്രത്തോളം മരങ്ങളെ വെച്ചുപിടിപ്പിക്കുന്നു അത്രത്തോളം നമ്മൾ മാനവികതയെ സേവിക്കുന്നു എന്നുള്ളതാണ്. അത് ഇത്രമാത്രം വലിയ, കാരണം അന്ന് ഗുരു ഉണ്ടായിരുന്ന സമയത്ത് ഇത്രമാത്രം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അന്നില്ല. അപ്പൊ അത്രത്തോളം ഉൾക്കാഴ്ചയുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ്. എന്ന് ഈ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്. ചെറുപ്പത്തിലാണ് അദ്ദേഹം ചെയ്തത്. ആ പരിസരങ്ങളെല്ലാം ഇപ്പോഴും വലിയതായിട്ട് നഗരവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അന്നത്തെ കാലത്ത് എന്തായാലും കാടോ മരങ്ങളോ ഒക്കെ ആയിരിക്കും ആ പ്രദേശങ്ങളെല്ലാം. അപ്പൊ എന്നിട്ടും അദ്ദേഹം പറഞ്ഞെന്താണ്, നമ്മൾ എത്രത്തോളം മരങ്ങളെ വെച്ച് പിടിപ്പിക്കാൻ പറ്റും അത്രത്തോളം മരങ്ങളെ വെച്ചു. പ്രത്യേകിച്ച് നമുക്കറിയാം പല ക്ഷേത്രങ്ങളുടെ അടുത്ത് അദ്ദേഹം മരങ്ങൾ വെച്ചു. എന്തിനാണ് അദ്ദേഹം മരങ്ങൾ വെച്ചു? അതുപോലെ മെഡിസിനൽ പ്ലാന്റ്സ് അദ്ദേഹം അതുപോലെ കാവുകളെ അദ്ദേഹം കുറച്ചുകൂടെ അതിനെ പരിപോഷിപ്പിച്ചെടുക്കാനായിട്ട് ആവശ്യം. ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഒരു പാരിസ്ഥിതികമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സെൻസിന് തെളിവാണ്. അപ്പൊ ഇത് സ്പിരിച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ള അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നു എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ തെളിവുകൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ക്ഷേത്രങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് തന്നെ പറയുന്നത് ഇങ്ങനെയാണ്. അതിനകത്തൊരു ലൈബ്രറി ഉണ്ടാകണം. ലൈബ്രറിക്കകത്ത് എല്ലാവർക്കും വന്നിരുന്ന് വായിക്കാൻ പറ്റണം. വളരെ വിശാലമായിരുന്നു വായിക്കാൻ പറ്റണം. എല്ലാവർക്കും ചർച്ച ചെയ്യാൻ വിടണം. സാധാരണ നമ്മൾ ഈ പൊതുമണ്ഡലത്തിനെ പറ്റി പറയുന്നു. ബ്രിട്ടനിലെ യൂറോപ്പിലേക്ക് പൊതുമണ്ഡലത്തിനെ പറ്റി നമ്മൾ സാധാരണ പറയുന്നത് അവിടുത്തെ ചായക്കടകളിലാണ് അല്ലെങ്കിൽ അവിടുത്തെ സലൂൺസിലാണ്, തലമുറ വെട്ടുന്നത് കടകളിലാണ് ഇത്തരത്തിലുള്ള പൊതുമണ്ഡലങ്ങൾ രൂപവൽക്കരിക്കപ്പെട്ടത്.
പക്ഷെ അദ്ദേഹം ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിലേക്ക് വരുന്ന ആൾക്കാർക്ക് അതൊന്ന് ചർച്ച ചെയ്യാനും വായിക്കാനും ഒക്കെ ഉള്ള ഒരിടമായി. പിന്നെ അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞത്, ഒരുപാട് ഫെസ്റ്റിവൽസിനൊന്നും വേണ്ടി നിങ്ങൾ ആഘോഷിക്കാൻ വേണ്ടി പണം ദൂർത്തരിക്കരുതെന്നുള്ള കാര്യം കൂടെ പറയുന്നു. പക്ഷെ ഇന്നങ്ങനെയാണോ സമുദായം? സംശയമുണ്ട്. അതുപോലെ ഒരുപാട് നമ്മൾ ആനയെ അലങ്കരിക്കുന്നു, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു, മൃഗങ്ങളെ നമ്മൾ യൂസ് ചെയ്യുന്നു ഫെസ്റ്റിവൽസിന് വേണ്ടി. അത്തരം ചെയ്യുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ ദർശനങ്ങളെന്ന് ഞാൻ വായിച്ചത്. അപ്പൊ അതൊക്കെ വലിയൊരു അദ്ദേഹത്തിന്റെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് അദ്ദേഹം ആനിമൽസിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്, മനുഷ്യരെ സമഭാവനയോടെ കാണണമെന്ന് പറഞ്ഞതോടൊപ്പം തന്നെ മൃഗങ്ങളെയും എത്രമാത്രം അവരെ പരിപാലിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള ഒരു ഐഡിയ കൂടി അതിനകത്ത് ഉണ്ടെന്നാണ്. അപ്പൊ ഈ രീതിയിൽ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചില കാര്യങ്ങൾ പറയുന്നത് എപ്പോഴും സയന്റിഫിക് ട്രെയിനിങ്, അതായത് എല്ലാവർക്കും നമ്മൾ സയന്റിഫിക്കലി എഫക്റ്റ് ആവണമെന്നുള്ളത്. സയന്റിഫിക്കലി എഫക്റ്റ് ആവണം എന്ന് ഒരു വ്യക്തി പറയുന്നുണ്ട്. അത്രത്തോളം വായനാശീലം, അത്രത്തോളം ദാർശനിക ശക്തി ഒക്കെ ഉള്ള ഒരാൾക്ക് മാത്രമേ അത് സാധിക്കും. പക്ഷെ ഇന്ന് പെൺകുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒക്കെ റെപ്രസെന്റേഷൻ എങ്ങനെയാണ് ഈ പറഞ്ഞ സ്റ്റെം എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് ഇതൊക്കെ പഠിക്കുന്ന വിഷയങ്ങളില്ല. സ്ത്രീകളുടെ പ്രാതിനിധ്യം, സ്ത്രീകൾ ഇപ്പോഴും അടിയടിയോടുകൂടി ജീവിക്കുന്നു. അപ്പൊ അതിനെയൊക്കെ എങ്ങനെയാണ് നമുക്ക് ഇതിലൊക്കെ മാറ്റം വരാൻ പോകുന്നത്? നമ്മൾ എപ്പോഴും വിചാരിക്കും സ്റ്റേറ്റ് വന്നിടപെടും. നിങ്ങൾ എപ്പോഴും നമ്മുടെ കുട്ടികളൊക്കെ പഠനം നടക്കുമ്പോൾ എപ്പോഴും അതൊരു റെക്കമെൻഡേഷനായിട്ട് എഴുതിയിരിക്കുന്നത് സർക്കാരുകൾ ഏത് സർക്കാരിനാണ് ലെഫ്റ്റിന് പലപ്പോഴും കോൺഗ്രസ് ലെഫ്റ്റ് ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അതിന് ഇപ്പോഴും ഈ സമുദായമായിട്ടുള്ള ഒരു ബന്ധം അത്രത്തോളം നിലനിർത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് വളരെ കൃത്യമായിട്ടുള്ള ആശയവിനിമയം സമുദായവുമായി നടത്താനായിട്ട് സാധിക്കാറുണ്ട്? ഇതെല്ലാം നമ്മൾ വിമർശനാത്മകമായി പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അപ്പൊ ഇത്രയൊക്കെയാണ് ഞാൻ അദ്ദേഹത്തിനെ വായിച്ചത്. ഒരുപാട് സമയം എടുക്കണ്ട എന്ന് എനിക്ക് തോന്നുന്നു. കുട്ടികളിവിടെ അവരുടെ എൻഡോമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എന്തായാലും എന്നെ ഇത്രയും നേരം ശ്രമിച്ചിരുന്നു. പിന്നെ എന്നെ ഈ പരിപാടിക്ക് വിളിച്ച ഞാൻ പഠിച്ച ദിവസം എസ് എൻ കോളേജിലാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ വളരെ സന്തോഷകരമായിട്ട് 3 വർഷം കൊടുത്തേക്ക്. അപ്പൊ എപ്പോഴും വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് നമുക്ക് എപ്പോഴും വളരെ ശക്തമായ ബന്ധം കൊണ്ടുവരണം. അതിനോട് ഈ പരിപാടിക്ക് എന്നെ വിളിച്ചത് ഭാരവാഹികളും ചിന്തോദ്ദീപകമായി കുറെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഗുരുവിന്റെ കാര്യങ്ങളിൽ ഗുരു എങ്ങനെ ആയിരുന്നു, ആരായിരുന്നോ? ഗുരു ആരല്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരവസരത്തിലേക്ക് പോകണം. പഴയ കാലങ്ങളിൽ ഗുരു പ്രവർത്തിച്ച രീതികളെ കുറിച്ച് കഴിയുന്ന ഒരു വിശദീകരണമാണ് ടീച്ചർ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിക്കണം. വീട്ടിൽ നിന്ന് പല സംഭവങ്ങളെ കുറിച്ചും ആലോചിച്ച് അതിനകത്ത് ഉള്ള സാരാംശം ഉൾക്കൊള്ളാനുള്ള ഒരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടായാൽ അത് നമ്മുടെ ഏറ്റവും വലിയ കാര്യമായിട്ട് എടുക്കേണ്ടത്. ടീച്ചർ എന്തായാലും ഇവിടെ വന്ന് കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കുകയാണ്. അത് നമുക്കൊരു ഉൾക്കരുത്തായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് നമ്മളിവിടെ ശ്രീ മണ്ഡലരാധാകൃഷ്ണൻ അവരുടെ സംസാരിക്കാനായിട്ട് ആദരണീയായ അധ്യക്ഷ ശ്രീമതി വിജയ ടീച്ചർ, വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ, സഹോദരി സഹോദരങ്ങളെ, കൊച്ചന്മാരെ അനുഗ്രഹമായി. അങ്ങനെ കൂടുതൽ സമയം എടുക്കത്തില്ല, 5 മിനിറ്റ് അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണ്. ഏറെ കുട്ടികൾ എൻഡോമെന്റും മറ്റ് ചികിത്സാ സഹായങ്ങളൊക്കെ മനസ്സിൽ ഇരിക്കണമെന്ന് എനിക്കറിയാം. ഇവിടെ വളരെ ദീർഘമായി തന്നെ മേഡം സംസാരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സമാധി
ദിനാചരണ പരിപാടി നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഭാഗ്യവാന്മാരാണ്. ഗുരുദേവൻ പണി ചെയ്ത ഈ ഗ്രന്ഥശാലയിലാണ് ഗുരുദേവനെ കുറിച്ച് അനുസ്മരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ തൊട്ടടുത്തുള്ള കൊലത്തുകര ക്ഷേത്രം അത് ഗുരുദേവൻ പ്രതിഷ്ഠിച്ചത്. ആ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റും ഇവിടെ നമ്മുടെ വേദിയിലുണ്ട്. എല്ലാം കൊണ്ട് ഗുരുദേവന്റെ ആവശ്യവശം മന്ത്രി നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഗുരുദേവന്റെ 79ാമത് സമാധി മഹാസമാധി സമ്മേളനമാണ് രാജ്യത്തെമ്പാടും ലോകത്തെമ്പാടും വളരെ ചെറുപ്പമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി നമ്മൾ നടത്തുന്ന ഈ സമാധിനാചാരം പരിപാടിയിൽ എല്ലാവരുടെ ഭാവം അർപ്പിക്കാൻ മാത്രമേ ഉപയോഗിക്കുന്നു. ദീർഘമായി സംസാരിച്ചു പോകാൻ കരുതില്ല. സർവാധിപത്യം കൂട്ടി കാലത്ത് സാമൂഹ്യ നീതിക്ക് വേണ്ടി നിരവധി സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു സമര നായകനാണ് ഗുരുദേവൻ. ആ ഗുരുദേവൻ നമുക്ക് നൽകിയ ഒരുപാട് കാര്യങ്ങൾ എന്ന് ഈ സമൂഹം കാണുന്ന ഒരുപാട് വെളിച്ചം ഗുരുദേവൻ കൂടി നമുക്ക് പറഞ്ഞു കിട്ടിയത്. കേരള നവോത്ഥാനത്തിന് ഒരു മുഖം, ഉജ്ജ്വലമായൊരു മുഖം നമുക്ക് നൽകിയ ഗുരുദേവൻ ഒരിക്കലും മാനവ രാശിക്ക് മറക്കാനാകാത്ത, ഒരിക്കലും വിസ്മരിക്കാനാവാത്ത അത്രമാത്രം ഉജ്ജ്വലമായ ഒരു സമരനായകനാണ് ഈ സാമൂഹ്യ പരിഷ്കർത്താവാണ് ഗുരുദേവൻ പറയുന്നത്. അദ്ദേഹം നമുക്ക് തന്ന ഒരുപാട് വാക്യങ്ങളുണ്ട്. ആ സൂത്രമെല്ലാം ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഇന്നൊരു മതേതര രാജ്യമായി, നമ്മുടെ രാജ്യം സാമൂഹ്യ മതേതര രാജ്യമായി, ഒരു ജനാധിപത്യ രാജ്യമായി. അദ്ദേഹം ഗുരുനാഥൻ നമുക്ക് നൽകിയ സൂത്രങ്ങൾ എണ്ണമിട്ടത്. ഒരു ജാതി, ഒരു മരം, ഒരു മതം, ഒരു ദൈവം എന്നൊക്കെ പറയുന്നത് ഒരു വലിയ സംഭവമാണ്. പഠിക്കുമ്പോൾ ആളുകൾക്ക് മാത്രമേ അറിയാം, നമുക്കറിയാൻ കഴിയുള്ളൂ. മതം ഏതായാലും മനുഷ്യനായിരിക്കും. ആഴം, ആ ആശയ അദ്ദേഹത്തിന്റെ വാക്കുകൾ ആഴം ആഴത്തിൽ ചിന്തിക്കുവാനും അത് തന്നെ ആ സുത്തം, ആ വാക്യം ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് രാജ്യം നിലനിൽക്കുന്ന കാര്യം സംശയിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ ഒരു കാര്യം മൊത്തം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഗുരുദേവൻ പറഞ്ഞു നമുക്ക് ജാതിയില്ല എന്ന് ഗുരുദേവൻ പറഞ്ഞ് 100 വർഷങ്ങൾ ഇരിക്കുകയാണ്. പക്ഷെ പല കാര്യങ്ങൾ രാജ്യത്ത് ഗുരുദേവൻ പറഞ്ഞ് പല കാര്യങ്ങൾ മാറ്റം വന്നു. പക്ഷെ ജാതി ഇന്നും സമൂഹത്തിലുള്ള ഐക്യപിശാചായി നിൽക്കുന്നു എന്നുള്ള കാര്യം ആരും വിസ്മരിച്ചിട്ട് കാര്യമില്ല. ജാതി ഒരു മനോരമമായി മാറിയിട്ടാണ്. എല്ലാ മണ്ഡലങ്ങളിലും ജാതി ഒരു വലിയ പ്രശ്നമായി. ജാതി കോമരങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ ജാതി അമർത്തി പിടിയിലാണ്. അപ്പൊ തന്നെ ഭാര്യയെ കല്യാണം കഴിഞ്ഞു, ഭാര്യ ഗർഭിണിയായി, പക്ഷെ ആണോ പെണ്ണോ എന്നറിയുന്നില്ല. അച്ഛനും അമ്മയും രക്ഷകർത്താക്കൾ ആലോചിക്കുകയാണ്, പെണ്ണായ എന്ത് പേരിടണം, മകനായ എന്ത് പേരിടണം. പെണ്ണാണെങ്കിൽ പേര് നിശ്ചയിക്കും, അതിൽ കൂടെ ജാതി പേര്. മകനാണെങ്കിൽ ഒരു പേര് അവർ ആഗ്രഹിക്കും, അതുകൊണ്ട് ജാതി പേര്. മകളുടെ പേര് ജാതി പേര്. അങ്ങനൊരു കാലഘട്ടത്തിലാണ്. പക്ഷെ ഇപ്പോഴത്തെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇന്നും നമ്മുടെ രാജ്യം ഗുരുദേവൻ നമുക്ക് തന്ന ആ നിർദ്ദേശങ്ങൾ, ആ ആശയങ്ങൾ
പലതും നമുക്ക് പാലിക്കേണ്ടതുണ്ട്. അതിൻ്റെ ആള് ഇന്നിപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഗുരുദേവനെ കുറിച്ച് പഠിച്ചില്ല. 5 6 അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു ഗുരുദേവനെ കുറിച്ച്. പക്ഷെ ഇന്ന് പഠനരംഗത്ത് ഗുരുദേവനെ കുറിച്ചുള്ള പഠന പാഠ്യപദ്ധതികളിൽ കുറവുണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ പ്രോജക്റ്റുകളില്ല, പരീക്ഷണങ്ങളില്ല, എല്ലാ രംഗത്തും ഗുരുദേവനെ ഇന്ന് കാണുന്നതിനേക്കാൾ കൂടുതൽ മഹത്വവൽക്കരിച്ച് ജനഹൃദയങ്ങളിൽ എത്തിച്ച് ഈ വ്യക്തികളുടെ ഇടയിലേക്ക് എത്തിക്കുവാനുള്ള സാമൂഹ്യ ബോധം ഈ പറയുന്ന ഭരണാധികാരികൾ ഉണ്ടാകണം എന്നാണ് അദ്ദേഹത്തിന്റെ മഹാസമാജ സന്ദേശ ദിവസത്തിൽ എനിക്ക് സൂചിപ്പിക്കുന്നത്. അദ്ദേഹം മദ്യത്തെ കുറിച്ച് പറഞ്ഞു, മദ്യം ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഇന്ന് സമൂഹം മദ്യത്തെ അടിമയായിരുന്നു. ഞാൻ വ്യക്തിപ്പോയി ഒരു സംഭവം എനിക്ക് ഉണ്ടായി. ഞാൻ ഒരിക്കലും കഴിഞ്ഞ ഒരു 2 മാസത്തിന് മുമ്പ് എൻ്റെ അളിയൻ്റെ മകളുടെ എൻഗേജ്മെന്റ് വേണ്ടി ഞാൻ തിരുവനന്തപുരത്ത് വലിയ ഹോട്ടലിലേക്ക് ഹോറസ് പോലെയാണ് പോകുന്നത്. ഞാൻ കാറ് കൊണ്ട് പാർക്ക് ഇട്ട് ഞാൻ ചെന്ന് ലിഫ്റ്റിൽ കയറി. അപ്പോൾ വെയിറ്റർ ചോദിച്ച് റിസപ്ഷൻ നടക്കുന്ന സ്ഥാപനം ഇവിടെ എത്രാമത്തെ വരെയാണ്? 6ാമത്തെ വരെയാണ്. ഞാൻ ലിഫ്റ്റിൽ കയറി ബട്ടൺ അമർത്തി നേരെ പോയത് എനിക്ക് ഇറങ്ങേണ്ട 6 പോയത് 7ാമത്തെ വരെയാണ്. ഞാൻ ചെന്ന് ഇറങ്ങിയത് ഒരു ബാറിന്റെ മുമ്പിലാണ്. ഞാൻ അന്തം വിട്ടുപോയി. 4 പെൺകുട്ടികൾ, എൻ്റെ മകളുടെ പ്രായം പോലുമില്ല, കുറച്ച് കുട്ടികൾ എനിക്കൊക്കെയായിട്ട് സുഹൃത്തും ഭരിച്ച് പയ്യന്മാരോടൊപ്പം ആ ബാലകളിലേക്ക് നവീകരിച്ച് ഒരു കാഴ്ചയാണ്. ഞാൻ വേദിച്ചു. എനിക്ക് ഭയങ്കര ഞാൻ ഷോക്കായി. ഞാൻ തിരിച്ചു വന്ന് മനസ്സിനകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മകളോട് പറഞ്ഞു, ഡോക്ടർ കൂലത്തിലാണ് പഠിക്കുന്നത്, പഠിച്ച് കളഞ്ഞു. ഞാൻ ഇത് സംഭവം അവരോട് പറഞ്ഞു. അപ്പോഴെന്ന് വെച്ചാൽ എൻ്റെ ഹോസ്റ്റലിലേക്ക് തന്നെ കുട്ടികളെല്ലാം മദ്യത്തിന് അടിമയാണ്. അവരുടെ ജീവിതം വളരെ ദുഃഖകരമാണ്. രക്ഷകർത്താക്കളെ കുറ്റം പറയും. രക്ഷകർത്താക്കൾ അവർ ശ്രദ്ധിക്കണം. ഒരു ക്ലിനിക് പോയിട്ട് വരെ കുട്ടികളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ, പ്രത്യേകിച്ച് ആൺകുട്ടികളെ ശ്രദ്ധിച്ചവർക്ക് ആ വഴിയിലേക്ക് പോകുന്ന ഒരു സ്ഥിതി കാലാവസ്ഥയാണ് ഇന്നത്തെ കാലാവസ്ഥ. അതുപോലെ എനിക്ക് ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഗുരുദേവൻ നമുക്ക് തന്ന ജാതി ഇല്ല. ഗുരുദേവൻ പറഞ്ഞു 100 വർഷങ്ങൾക്ക് പറഞ്ഞ ജാതി ഇല്ല. പക്ഷെ ഇന്ന് ജാതി സർവ്വരംഗത്തും പ്രത്യേകിച്ച് അധികാര സ്ഥലങ്ങളിലൊക്കെ ജാതി വലിയൊരു ഘടകമാണ്. ജോലി കിട്ടുന്ന കാര്യത്തിലായിരുന്നാലും ശരി തന്നെ, നിയമനങ്ങൾ, വിദ്യാഭ്യാസ രംഗത്ത് എല്ലാം ജാതി വലിയ ഘടകമായി മാറിയിരിക്കുന്നു. നീതി നടക്കുക, ജാതിയുടെ കോമ്പരം, ജാതി ശക്തിപ്പെടുമ്പോൾ നീതി നടക്കാത്ത സ്ഥിതി. ഇന്ന് ഏറ്റവും കൂടുതൽ ജാതി വർദ്ധിക്കുന്നത് രാഷ്ട്രീയ രംഗത്ത്. ഞാൻ ഒരു ബെനിഫിഷ്യറിയാണ്. ജാതി ഈ രാജ്യത്ത് കുറച്ചു മാറ്റം ഏറ്റവും കൂടുതൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട കാലഘട്ടം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് ജാതി. ജാതി ഇല്ല എന്ന സബ്ജക്റ്റ് 100 വർഷങ്ങൾക്ക് മുമ്പ് ഗുരുദേവൻ പറഞ്ഞ വാക്യം. ആ വാക്യം ഇന്ന് ശക്തിപ്പെടുത്തി എടുക്കേണ്ട കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അതിനെ കുറിച്ച് കൂടി തീർച്ചയായും ഗുരുദേവന്റെ സൂത്രങ്ങൾ, ആപ്തവാക്യങ്ങൾ ആർട്ടിഫിഷ്യമാക്കി പുതിയ തലമുറയെ ബോധവൽക്കരിച്ച് ഈ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ രാജ്യത്തിന് ഉതകുന്ന വിധത്തിൽ പ്രചരിപ്പിക്കുവാനുള്ള ഒരു വേദിയായി ഈ സമൂഹത്തെ മാറ്റിയെടുക്കുവാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ മാത്രമേ ഗുരുദേവന്റെ സ്മരണയിലൂടെ ആചാര്യർപ്പിച്ചുള്ള മനസ്സിലാക്കി. സംസാരിക്കുന്നു കഴിഞ്ഞിട്ട് ആര് വരുന്നു നമ്മുടെ കഴിഞ്ഞ ഒരു മാസക്കാലം, അതായത് മലയാള മാസം, കർക്കിടക മാസം 30 ദിവസം
ദിവസം ഇവിടെ ഗുരുവിനെ കുറിച്ചുള്ള പഠന ക്ലാസ്സുകൾ, ഗുരുവിൻ്റെ ശ്ലോകങ്ങൾ ഐറ്റം തിരിച്ചതിൻ്റെ പഠന ക്ലാസ്സുകൾ നടന്നു. അതിലൂടെ പങ്കെടുത്ത എല്ലാവരും ശരിക്കും ശ്രോതാക്കളായിരുന്നു. ഗുരുവിനെ പറ്റി അറിയാൻ, പഠിക്കാൻ. ഇന്നിവിടെ ഇരിക്കുന്ന നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ അധികം അവാർഡുകൾ, എൻറോൾമെന്റ് പ്രകാരമുള്ള അവാർഡുകൾ വാങ്ങിക്കാൻ നമ്മൾ അവരെ കൊണ്ടുവന്ന് രക്ഷകർത്താക്കളുമാണ്. അപ്പം നമുക്ക് കൂടുതൽ സംസാരിച്ച് സമയം കളയാതെ കുട്ടികളുടെ ആ അവാർഡ് വാങ്ങിച്ചുകൊണ്ട് ഈ ഇത്രയും വൈകിയ, അധികമായിട്ട് വൈകിട്ടില്ല എങ്കിലും ഇത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. ഇപ്പോൾ നമ്മുടെ 97ാമത് മഹാസമാധി ദിനമാണ്. പക്ഷേ 1888 അരിവിപ്പുറത്ത് ഗുരു പ്രതിഷ്ഠ നടത്തി. അത് നമ്മുടെ ഒരു നവോത്ഥാന ചരിത്രത്തിൻ്റെ എന്നും അസ്തമിക്കാത്ത സൂര്യ തേജസ്സായിട്ട് നിലകൊള്ളുന്നു. അതിനുശേഷം 1928 മഹാസമാധി അടഞ്ഞ സമയത്തുള്ള ഇന്ന് വരെ 97 മഹാസമാധികൾ നടന്നു. ഗുരു വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഗുരുവിന്റെ ദേശം പറയുന്നത് തന്നെ മനുഷ്യൻ നന്നാവണം എന്നതാണ്. മനുഷ്യൻ എന്തൊക്കെയായാലും, ജാതിയായാലും മതമായാലും എന്തൊക്കെയായാലും മനുഷ്യൻ നന്നാവണം. മനുഷ്യനാണ് ഉദ്ധരിക്കേണ്ടത്. നമ്മുടെ ഈ 97 സമാധി വർഷങ്ങൾ കടന്നുപോയിട്ട് ഒന്ന് പുനർന്ന് ചിന്തന ചെയ്യേണ്ടത് മനുഷ്യൻ നന്നായ. ആർക്കെങ്കിലും നന്നായെന്ന് തോന്നുന്നുണ്ടോ? ഏത് കാര്യം നോക്കിയാൽ ഗുരുവാണെങ്കിൽ ഏറ്റവും വലിയൊരു പരിസ്ഥിതി സ്നേഹിയായിരുന്നു. ആ നമ്മുടെ ഇപ്പോ ഒരു മാതാവിന്റെ മുലപ്പാലാകുന്നു ഇവിടെ കൂടെ ഒഴുകുന്ന നദികൾ. ഈ നദികളെ തന്നെ നമ്മൾ കൈയേറ്റം ചെയ്യും. പ്ലാസ്റ്റിക് സാധനങ്ങൾ കൊണ്ട് ഇടുന്നു. വിശേഷിച്ചും കടലിനെ പോലും സമുദ്രത്തെ പോലും കിട്ടിയിട്ടില്ല. ആ ഒരു കാലഘട്ടത്തിൽ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? ഏത് തരത്തിലാണ് നമ്മുടെ ചിന്ത പോകുന്നത്? ഒരു 2 പ്രധാന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. മദ്യം ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. 3 അരുതുകൾ പറഞ്ഞ ഈ മഹത്തായ 2 വചനങ്ങൾ ഇപ്പൊ നമ്മള് ഏതെങ്കിലും ഒന്ന് ഇപ്പൊ ജാതി പറയരുത്. ഇപ്പൊ നമ്മുടെ ഇവിടെ നിന്ന് കുളത്തൂർ ഭാഗ്യം, ഗുരുവിനെ കൊണ്ട് ഭാഗ്യം സിദ്ധിച്ച ഒരു സ്ഥലമാണ് ഈ പ്രദേശം. അതായത് ഇവിടുന്ന് 3 കുട്ടികളെ 8 വയസ്സും 7 വയസ്സും 9 വയസ്സും ഒക്കെയുള്ള 3 കുട്ടികളെ ഈ വനത്തുകര നിന്നാണ് ഗുരു വർക്കല കൊണ്ടുപോയി പഠിപ്പിച്ചത്. അതിലൊന്നാമനാണ് നമ്മുടെ ഭാർഗവ വൈദ്യര്, രണ്ടാമത് ദിവാകരൻ, മൂന്നാമത് മറ്റൊരു ഭാർഗവൻ. ഇതില് 2 പേര് വളരെ രക്ഷപ്പെട്ടു, ഒരാൾ തിരിച്ചു പോകും, അത് രക്ഷപ്പെട്ടു. പക്ഷെ ഇതുപോലെ 3 ആളുകളെ കൊണ്ടുപോയി പഠിപ്പിച്ചത്. അതുപോലെ ഒരു അന്ധവിശ്വാസങ്ങളോ അനാചാരങ്ങളോ പ്രകടമായിരുന്ന ഭദ്രകാളി പ്രതിഷ്ഠ ഇളക്കി മാറ്റി മഹാദേവനെ പ്രതിഷ്ഠിച്ചു. എന്നിട്ട് അവിടെ കുമാരനാശാന മഹാകവിയാക്കാൻ ആദ്യം പിടിച്ച ഒരു സ്ഥലം. മാത്രമല്ല 130 വർഷത്തിന് മുമ്പ് നമ്മൾ ഈ പ്രദേശത്തുള്ളവർ മരിക്കുമ്പോൾ അവരെ സംസ്കരിക്കാൻ വേണ്ടി ഒരു 2 ഏക്കറോളമുള്ള ഒരു ശ്മശാനം ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അന്ന് ഈ കാലഘട്ടം നോക്കുമ്പോൾ പുറത്ത് 2 ഏക്കർ സ്ഥലം ഇവിടെ നമ്മുടെ ഈ ഭാഗത്ത്. അതായത് നമ്മൾ നന്നായിട്ട് ജീവിക്കുവാൻ മരണസമയത്ത് പോലും നമ്മുടെ ആ അന്ത്യകർമ്മങ്ങൾ ചെയ്ത് നമ്മുടെ സംസ്കരിക്കാൻ വേണ്ടിയുള്ള സ്ഥലം പോലും ഒരുക്കിയിട്ട ഒരു ഗുരുവാണ്. സ്കൂള്, അതുപോലെ ഈ വായനശാല, ഇതെല്ലാം ഗുരുവിന്റെ സൃഷ്ടിയാണ്. ഇതൊക്കെ നമുക്ക് ചെയ്തിട്ടും ഞാൻ ഈ പറഞ്ഞതാണ്, നമ്മൾ നോക്കണം. മനുഷ്യൻ നന്നായിട്ടുണ്ട്, സ്വയം ഒന്ന് ഏറ്റെടുത്ത് ചിന്തിക്കണം, നന്നായിട്ടുള്ളത്. ഇത് അടുത്ത സമാധി ദിനാചരണത്തിനെങ്കിലും നമ്മൾ എത്രത്തോളം എന്തെങ്കിലും മാറ്റം വന്നു,
നമ്മൾ എത്രത്തോളം മദ്യപിക്കുന്നു, നമ്മൾ എത്രത്തോളം പ്രകൃതിയെ വികൃതമാക്കുന്നു, നമ്മൾ മരങ്ങളൊക്കെ നശിപ്പിക്കുന്നു, എത്രത്തോളം ഉണ്ട് അത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു നമുക്ക് ഒരു തെളിച്ചു വന്ന പാതയിലേക്ക് പോകാനുള്ള ഒരു വഴി ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തതായിട്ട് നമ്മുടെ കുട്ടികളുടെ ക്ഷമ പരിശോധിക്കുകയല്ല കേട്ടോ, കാര്യങ്ങൾ കേട്ടത് പറയാം. കാര്യങ്ങൾ എന്താണ് എൻഡോമെന്റ്, എന്തിനു വേണ്ടിയാണ് എൻഡോമെന്റ് എന്നുള്ള കാര്യത്തെ പറ്റി നമ്മുടെ ഈ സ്ഥാപനത്തിൽ സ്ഥാപിതമായിട്ടുള്ള വിവിധതര എൻഡോമെന്റുകളും വിദ്യാഭ്യാസ സഹായങ്ങളും ഒക്കെ നൽകുന്നതിന് കാര്യങ്ങളെപ്പറ്റി വിശദീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ലൈബ്രറിയുടെ സെക്രട്ടറിയെ ക്ഷണിക്കുന്നു. നമ്മുടെ ഗ്രന്ഥശാലയിൽ കഴിഞ്ഞ 32 വർഷമായി നിലനിന്ന് വരുന്ന എൻഡോമെന്റുകളാണ്. എല്ലാ എൻഡോമെന്റുകൾക്കും ഇത്രയും പ്രായമൊന്നുമില്ല. എങ്കിൽ പോലും ആദ്യത്തെ എൻഡോമെന്റിന് 30 വർഷത്തിന് മുകളിൽ പ്രായമാണ്. 30 വർഷത്തിന് മുമ്പ് സ്ഥാപിക്കപ്പെട്ടതാണ്. വളരെ ചെറിയ ഒരു തുക, തുച്ഛമായ ഒരു തുക ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ആരംഭിച്ചതാണ്. ഞാനിവിടുത്തെ നമ്മുടെ ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്ന എൻഡോമെന്റുകളുടെ അവസ്ഥയെ കുറിച്ച് പറയാം. ഡോക്ടർ എ രാമകൃഷ്ണൻ സ്മാരക കേശവാസ് എൻഡോമെന്റാണ് ഈ ഗ്രന്ഥശാലയുടെ ഈ കാണുന്ന ബിൽഡിംഗ്. പുതിയ ബിൽഡിങ്ങിന് ശിലാസ്ഥാപനം നടത്തിയ ആളിന്റെ പേരിലാണ് അദ്ദേഹം ഡോക്ടർ എ രാമകൃഷ്ണൻ. ഇവിടുത്തെ ആദ്യകാല ഡോക്ടർമാരിൽ ഒരാളാണ്. ഗുരുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ, പ്രശസ്ത ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ഡോക്ടർ എ രാമകൃഷ്ണൻ മെമ്മോറിയൽ ക്യാഷ് അവാർഡ് എൻഡോമെന്റ്. രണ്ടാമത് എൻ രാമകൃഷ്ണൻ സ്മാരക അവാർഡ്. എൻ രാമകൃഷ്ണൻ എന്ന ആള് ഈ ഗ്രന്ഥശാലയുടെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ആയിട്ട് ഇരുന്ന ആളാണ്. മൂന്നാമത് ഡോക്ടർ എ ശ്രീനിവാസൻ സ്മാരക ക്യാഷ് അവാർഡ്, അതും എൻഡോമെന്റാണ്. ഡോക്ടർ കെ എൻ സദാശിവൻ സ്മാരക പഠന സഹായം, അതും എൻഡോമെന്റാണ്. ഈ എൻഡോമെന്റുകൾ എന്ന് പറയുന്നത് ഇവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന തുകയുടെ പലിശ എടുത്ത് കൊടുക്കുന്ന ആ ഒരു ഇതാണ് എൻഡോമെന്റ്. അത് ഈ വിദ്യാഭ്യാസ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ചെലവാക്കുന്നതിന് വേണ്ടി ചെലവാക്കുന്ന പൈസ അല്ലെ എൻഡോമെന്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. അതിലെ ഡോക്ടർ ജി ശ്രീനിവാസൻ നിത്യശ്രീ, അദ്ദേഹം ശ്രീനിവാസൻ സ്മാരക ക്യാഷ് അവാർഡ്, അത് എൻഡോമെന്റാണ്. ആർ പ്രസന്നൻ പാട്ടവളാകം സ്മാരക എൻഡോമെന്റ്. ജി സുഭാഷൻ സ്മാരക എൻഡോമെന്റ്. ജി സുഭാഷ് സാറിന്റെ പേരിലുള്ള എൻഡോമെന്റാണ് അവസാനത്തെ എൻഡോമെന്റ് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെ ജോൺസൺ ബാബു മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഒരു എൻഡോമെന്റ് ഉണ്ട്. അത് കഴിഞ്ഞ 2 വർഷമായി നിശ്ചലമായിരിക്കുകയാണ്. കാരണം അത് അപ്ഡേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ പലിശ എടുക്കുന്നതിനൊക്കെയുള്ള ചില സാങ്കേതിക ബുദ്ധിമുട്ട് കാരണം നമുക്കത് ചെയ്യാൻ കഴിയാതിരിക്കുകയാണ്. എങ്കിലും ആ എൻഡോമെന്റ് അടുത്ത വർഷം, ഇപ്രാവശ്യം എല്ലാത്തിനും ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് അടുത്ത വർഷം മുതൽ ആ എൻഡോമെന്റ് ലൈവാണ്. അതോടൊപ്പം തന്നെ അടുത്ത വർഷം മുതൽ ശിവാനി സ്മാരക എൻഡോമെന്റ് ശ്രീകൃതത്തിൽ നമ്മുടെ ക്ഷേത്ര സമാജം പ്രസിഡന്റ് ശ്രീ ശിവദാസ് മോഹൻറെ മകളുടെ കുട്ടിയുടെ സ്മരണയ്ക്കായിട്ട് ചെയ്തിരിക്കുന്ന ശിവാനി സ്മാരക എൻഡോമെന്റ് അടുത്ത വർഷം മുതൽ നിലവിൽ വരും. അങ്ങനെ ഇത്രയും എൻഡോമെന്റുകൾ ഇവിടെ നിലവിലുള്ളത്. അതിനു പുറമെ നമ്മുടെ ക്ലബ് സ്കൂളിലെ, അതായത് സർക്കാർ സ്കൂളിലെ പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായവും മറ്റും നൽകുന്നതിന് വേണ്ടി കുറച്ച് എട്ടോളം കുടുംബങ്ങളിൽ നിന്ന് സഹായം വന്നിട്ടുണ്ട്. ഒന്ന് കുളത്തൂർ ജയശ്രീ ഭവനിൽ പരേതയായ കെ വി ജയശ്രീയുടെ സ്മരണയ്ക്കായി കുടുംബാംഗങ്ങൾ നൽകുന്ന സഹായം നമ്മുടെ വിജയബൻ ടീച്ചറിന്റെ മകളുടെ സ്മരണയ്ക്കായിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് പരേതനായ വാമദേവൻ സാറിന്റെ സ്മരണയ്ക്കായിട്ട് മക്കൾ നൽകുന്ന സഹായം. കുളത്തൂർ കിഴക്കമ്പാലം വീട്ടിൽ പരേതനായ വിജയഗൗരവരുടെ സ്മരണയ്ക്കായി മക്കൾ നൽകുന്ന സഹായം. അതോടൊപ്പം തന്നെ പരേതനായ പ്രൊഫസർ കെ സത്യന്റെയും പ്രൊഫസർ തുളസിഫായിയുടെയും സ്മരണയ്ക്കായി മകൻ ഡോക്ടർ രഞ്ജിത് സത്യൻ നൽകുന്ന വിദ്യാഭ്യാസ സഹായം. പരേതനായ ഷൺമുഖസുന്ദരത്തിന്റെ സ്മരണയ്ക്കായി മകൻ സെൽവം നൽകുന്ന വിദ്യാഭ്യാസ സഹായം. കുളത്തൂർ മണപ്പുറം ബി തുളസീധരൻ നൽകുന്ന വിദ്യാഭ്യാസ സഹായം. പരേതയായ മകൾ ശ്രീ എസ് എസ് ഇന്ദുവിന്റെ സ്മരണയ്ക്കായി മാതാവ് ശ്രീമതി സുശീലൻ ടീച്ചർ നൽകുന്ന വിദ്യാഭ്യാസ സഹായം. കുളത്തൂർ നേരതിൽ വീട്ടിൽ പരേതനായ കുഞ്ഞിരാമനവരുടെ സ്മരണയ്ക്കായി മകൻ ലാൽകുമാർ നൽകുന്ന വിദ്യാഭ്യാസ സഹായം. ഇത്രയാണ് വിദ്യാഭ്യാസ സഹായങ്ങൾക്ക് വന്നിട്ടുള്ള പൈസകൾ. അടുത്ത് മറ്റൊന്ന് ചികിത്സാ സഹായം എന്നുള്ള നിലയിൽ കുളത്തൂർ ശിവഗീതത്തിൽ പ്രഭുലേന്ദ്രന്റെയും ദിവ്യയുടെയും മകൾ ശിവാനിയുടെ സ്മരണ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അടുത്ത വർഷം മുതൽ എൻഡോമെന്റായി മാറാൻ പോകുന്ന
ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പൈസയാണ് അവർ ഇപ്രാവശ്യം പൈസയായിട്ട് തന്നെ തന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ശ്രീ ടി ആനന്ദൻ പുത്തൻവീട് അദ്ദേഹത്തിൻ്റെതും ഈ ആനന്ദിൻ്റെ എൻഡോമെന്റ് ആയിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്ത പൈസയാണ്. അതിന്റെ പലിശ എടുക്കാൻ പോകുന്നത്. അത് എൻഡോമെന്റ് രീതിയാണെങ്കിലും അത് ചികിത്സയ്ക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയും സംഗതികളാണ് ഇവിടെ നമ്മുടെ ഈ ഗ്രന്ഥശാല നേതൃത്വം വരുന്നത്. ഇനി ഇതിന് അർഹരായിട്ടുള്ളവരെ സെൽവത്തിന്റെ പറഞ്ഞു ഇതിന് അർഹരായിട്ടുള്ളവരുടെ പേര് നമ്മളിവിടെ വായിക്കാം. അർഹരായിട്ടുള്ളവർ ധാരാളമുണ്ട്. ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ലെങ്കിൽ പോലും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞ ആൾക്കാരാണ്. ഇനി അടുത്ത വർഷം ഇനിയും ഇതുപോലെ അർഹരായിട്ടുള്ള ആൾക്കാരൊക്കെ നമുക്ക് കൊടുക്കും. നമ്മൾ ആരെയും മാറ്റി നിർത്തുന്നില്ല. പക്ഷെ നമുക്ക് ലഭ്യമാകുന്ന ഫണ്ടിൽ നിന്ന് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു കാര്യം കൂടി എല്ലാവരും മനസ്സിലാക്കണം. അപ്പം ഈ എൻഡോമെന്റുകൾക്ക് അർഹരായിട്ടുള്ളവരുടെ പേരുകൾ വായിക്കാം. അവർ വന്ന് അവരും അവരുടെ പ്രതിനിധികളെ വന്ന് വാങ്ങണം. ഈ എൻഡോമെന്റുകൾ പ്രധാനമായിട്ടും നമ്മുടെ കുളത്തൂർ സ്കൂളില് SSLC +2 വിഭാഗങ്ങളിൽ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങി വിജയിച്ച കുട്ടികൾക്കാണ് കൊടുക്കുന്നതെന്നും പിന്നെയുള്ളതൊക്കെ സഹായങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പേര് വായിക്കാം. ആദ്യമായി കുളത്തൂർ കോലത്തുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 സയൻസ് വിഭാഗത്തിൽ ഉയർന്ന മാർക്ക് വാങ്ങി വിജയിച്ച മുഹമ്മദ് സ്വാലിഹ് ഹനീഫിനെ ഞാൻ എൻഡോമെന്റ് വാങ്ങിച്ചു ക്ഷണിക്കും. നമ്മുടെ ബുഷ മാഡം +2 വിഭാഗത്തിൽ കൊമേഴ്സ് വിഭാഗത്തിൽ കുമാരി നിബിത ബിജു ആണ് ഉയർന്ന മാർക്ക് വാങ്ങിയ കുട്ടി. ആ കുട്ടിക്ക് മകളെ ക്ഷണിക്കുന്നു. കുളത്തൂർ കോലത്തേര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC വിഭാഗത്തിൽ കുമാരി ഗംഗ വന്നിട്ടുണ്ടോ? ഗംഗ വന്നിട്ടില്ല. ഗംഗയുടെ പ്രതിനിധികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങും. SSLC വിഭാഗത്തിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ മറ്റൊരു കുട്ടിയാണ് കൃഷ്ണജിത്ത് SB. കൃഷ്ണജിത്ത് നമ്മുടെ ഗ്രന്ഥശാലയുടെ ബാലവേദി പ്രവർത്തകനും പ്രത്യേക ഒരു എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള കുട്ടിയാണ്. അതുപോലെ കൃഷ്ണജിത്തിന് പ്രത്യേക ഒരു ആദരം കൂടി ഇതിനെ കൂടെ നമ്മൾ അറിയിക്കുന്നു. ഇനിയുള്ളത് വിദ്യാഭ്യാസ സഹായങ്ങളാണ്. ഞാൻ പേര് വായിക്കാം. കുമാരി അഭിനയ കുളത്തൂർ HSS. അഭിജിത്ത് കളിക്കൂട്ടം ഗവൺമെന്റ് HSS അഭിജിത്ത്. അത് സോനു കളിക്കൂട്ടം ഗവൺമെന്റ് HSS. ശ്രീകുട്ടി കുളത്തൂർ സ്കൂളിലെ ശ്രീകുട്ടി. അഭിനവ് സജിമോൻ RLPS കാർഡിൽ RLPSന്റെ കുട്ടിയാണ് അഭിനവ് സജിമോൻ. ആദർശ് പ്രകാശ് HSLPS കുളത്തൂർ. അഖിൽ കുളത്തൂർ HSS. അഖിൽ കുളത്തൂർ HSS. വൈഗ സജീവ് കുളത്തൂർ HSS. വൈഗ സജീവ്.
ലിച്ചു 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 ആണ്. അടുത്ത അഭയ ആറ്റുമുഴി LPS. അഭയ വൈഗ ആറ്റുമുഴി LPS. വൈഗ ആറ്റുമുഴി LPS. അടുത്ത ആദിത്യരാഗ് HSLBS കുളത്തൂർ. ആദിത്യരാഗ്. അടുത്ത് ചികിത്സാ സഹായമാണ്. ചികിത്സാ സഹായം സജീഷ് ഇടിവണ്ണുകളാകും. സജീഷ് ഉണ്ടോ? സജീഷിന്റെ പ്രതികാരങ്ങളുണ്ടോ? അടുത്തയാണ് അരുന്ധതി. ഉഷ മണക്കാട്ടിൽ വരും. ഉഷയുടെ ചികിത്സാ സഹായം ഏറ്റുവാങ്ങാനായിട്ട് ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് വരണം. ഉഷ മണക്കാട്ടിൽ ഉഷയുടെ ചികിത്സാ സഹായം ഏറ്റുവാങ്ങാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരണം. ഉഷ മണക്കാട്ടിൽ എസ്. അടുത്ത വർഷം മുതൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു എൻഡോമെന്റ് കൂടി അധികമായി വരുന്നു. ഒരു എൻഡോമെന്റ് കൂടി അത് ഡെഡായി പോയ നിശ്ചലമായി പോയ ഒരു എൻഡോമെന്റ് കൂടി പുനഃസ്ഥാപിക്കപ്പെടുന്നു. ഈ സ്ഥാപനം വ്യക്തമായിട്ടൊന്നും പറയേണ്ടതായിട്ടില്ല. ഗുരുവിന്റെ പാദസ്പർശനേറ്റമാണ് ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങള്. ഇപ്പോഴത്തെ നേരത്തെ നിലവിൽ വന്ന എല്ലാ കാര്യങ്ങളും തുടരെ അതുപോലെ കൊണ്ടുപോകാനുള്ള ആ ശ്രമത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ പരിപാടി ഇവിടെ നടന്നിട്ടുള്ളത്. ഒന്നിനും മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ ഉണ്ടാകണം. ഗുരുവിനെ പറ്റി ഈ സ്ഥാപനം, ഈ ഗ്രന്ഥശാല പ്രസ്ഥാനം ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായ സ്ഥാപനമാണ് നമ്മുടെ ഈ ലൈബ്രറി. ഗുരുവിന്റെ ആഗ്രഹപ്രകാരം മനുഷ്യൻ വിദ്യാഭ്യാസം കൊണ്ട് നന്നാകണം. മനുഷ്യന്റെ ബുദ്ധിയിൽ വിദ്യാഭ്യാസം കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന നേട്ടങ്ങളെ കുറിച്ച് മനസ്സിലാകാൻ വേണ്ടിയുള്ള സംരംഭം ആയിട്ടാണ് ഈ നാട്ടുകാരൻ തുടങ്ങി വെച്ചതാണ് ഈ സ്ഥാപനം. ഇവിടെ നമ്മൾ അതിന് ഒരു കോട്ടവും വരാതെ ഇപ്പോഴും നടത്തിക്കൊണ്ട് പോകുന്നു. അതിലായാലും ഇത് മുന്നോട്ട് പോകാനുള്ള പ്രയത്നം ഞങ്ങൾ പ്രാർത്ഥന ഉണ്ടാകും. അതേസമയം നിങ്ങൾ എല്ലാവരും തന്നെ നല്ല സഹകരണത്തോട് ഞങ്ങളോട് സഹകരിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. ഈ കാര്യങ്ങൾ നല്ലവരായ നാട്ടുകാരിൽ നിന്നുള്ള സഹായമാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ കൊടുത്തത്. ഇനി അടുത്ത ഇപ്പൊ കിട്ടിയ കുട്ടികളോട് തീർന്നില്ല കേട്ടോ. അവരടുത്ത പ്രാവശ്യവും ആ നിലവാരം വളർത്തിക്കൊണ്ട് നന്നായിട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമം കുട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ആ ഒരു സ്ഥാനം വിട്ട് കളയരുത് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങളോട് ഉപദേശിക്കാനുണ്ട്. പഠിക്കുന്ന കുട്ടികൾ അടുത്തതും ഞാൻ തന്നെ ഫസ്റ്റ് എന്ന് തോന്നുന്ന ഒരു രീതിയിൽ എത്താൻ വേണ്ടിയുള്ള പരിശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിന് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മളൊന്നായി അവസാനിപ്പിക്കാൻ പറ്റി.
ഇനി ഇന്നലെ രാത്രി മുതൽ ഇന്നലെ രാവിലെ മുതൽ ഇന്ന് ഈ സമയം വരെ ഇവിടെ നടത്തിയിട്ടുള്ള ഈ കാര്യങ്ങളെ കുറിച്ചുള്ള വിവരണവും കുറിച്ച് സംസാരിക്കാനും ഈ യോഗത്തിന് നന്ദി പ്രകടിപ്പിക്കാനും നമ്മുടെ ലൈബ്രറിയിലെ കമ്മിറ്റി അംഗമാണ് ശ്രീമതി വീണ ടീച്ചറെ ക്ഷണിക്കുന്നു. തൊണ്ണൂറ്റിയേഴാമത് ഗുരുദേവ സമാധി ദിനാചരണവുമായി ബന്ധപ്പെട്ട വൈകുന്നേരം നടന്ന നമ്മുടെ ഈ പൊതുസമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ശ്രീമതി വിജയമ്മ ടീച്ചർ, പ്രസിഡന്റ് SNM ലൈബ്രറിയാണ്. ടീച്ചറിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. സ്വാഗതം ആശംസിച്ച രാജീവ്, സെക്രട്ടറി SNM ലൈബ്രറിക്കും ഓരോരുത്തരുടെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ നമ്മുടെ ചടങ്ങിന് ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ MLA ആയ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ. അദ്ദേഹം കൃത്യസമയത്ത് വന്ന് ആ ചടങ്ങ് നിർവഹിക്കുകയും ഞങ്ങളോട് സംസാരിക്കുകയൊക്കെ ചെയ്ത് ചടങ്ങ് നല്ല തരത്തിൽ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. മുഖ്യ പ്രഭാഷണം നടത്തിയ ഡോക്ടർ ബുഷ്ര ബീഗം, അസിസ്റ്റന്റ് പ്രൊഫസർ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ്, കേരള യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങളെ കുറിച്ചും അത് നമുക്ക് ഇന്നത്തെ ഈ ജീവിതത്തിൽ അതുകൊണ്ട് പ്രായോഗികമായിട്ട് ചെയ്തെല്ലാമാണ് നമ്മളെ നേരിടുന്ന പ്രശ്നങ്ങളെന്നെല്ലാം ദീർഘമായ ഒരു പ്രസംഗം നമ്മൾ അവരിൽ നിന്ന് ലഭ്യമായി. നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് അത് വളരെ ഫലപ്രദമായിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാഡത്തിന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. മുഖ്യ അതിഥി ശ്രീ മേടയിൽ വിക്രമൻ, ചെയർമാൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി, തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണം നടത്തിയ ശ്രീ മൺകുള രാധാകൃഷ്ണൻ, KPCC ജനറൽ സെക്രട്ടറി, ശ്രീനാരായണ ഗുരു എങ്ങനെയായിരുന്നു, ശ്രീനാരായണ ഗുരു ഉദ്ദേശിച്ചത് എന്താണ്, നമ്മൾ ഇന്നിപ്പോ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നൊക്കെ ഉള്ള ഒരു വിഷയം നമ്മൾ ഒരു ചിന്തനം നടത്താൻ വേണ്ടി കഴിയുന്ന തരത്തിലുള്ള ആ പ്രഭാഷണവും നിങ്ങളെ എല്ലാവരെയും ഒന്ന് ചിന്തിപ്പിച്ചിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള ഓരോ ചിന്തയും നമ്മളിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ, പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് കുട്ടികളിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഉണ്ടാകുകയും വേണം. അതാണ് ഇങ്ങനെയുള്ള ചടങ്ങിന്റെ ഒരു വലിയ ലക്ഷ്യം. അതിന് സാധിച്ചുവെന്ന് നിങ്ങൾക്കൊപ്പം തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാവരും അത് ഉൾക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തത് നമുക്കിവിടെ എൻഡോമെന്റുകളെ കുറിച്ച് പറഞ്ഞു. അത് ലഭിച്ചിരിക്കുന്ന കുട്ടികൾ മിടുക്കരാണ്. ആ കുട്ടികൾക്ക് ഇപ്പൊ കിട്ടിയവര് വിചാരിക്കും നമുക്കേ കിട്ടിയുള്ളൂ. മറ്റുള്ള കുട്ടികൾ മത്സര ബുദ്ധിയോടുകൂടി അത് എനിക്കും വാങ്ങണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പഠിച്ചു കയറുക. ഞങ്ങളെ പാഠ്യപദ്ധതിക്കൊപ്പം തന്നെ ഇത്തരം സന്ദേശങ്ങൾ മനസ്സിലാക്കുന്ന ബുക്കുകൾ ഇവിടെ ധാരാളം ഇരിപ്പുണ്ട്. അത് നമ്മുടെ കുട്ടികൾ പ്രയോജനപ്പെടുത്തുന്നില്ല. ധാരാളം പുസ്തകങ്ങൾ നിങ്ങളെ കാത്തിവിടെ ഇരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ വരണം. നിങ്ങൾ വന്ന് ആ പുസ്തകങ്ങൾ കൂടെ എടുത്ത് വായിക്കണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നമ്മുടെ ഒരു മനുഷ്യനായി ജനിച്ചാൽ മരിക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഓരോ ഘട്ടത്തിലും കൃതികളിലൂടെയും അല്ലാതെയും ശരിക്കും മനസ്സിലാക്കി തരുന്നതാണ് ഈ ശ്രീനാരായണ ഗുരു ചെയ്തിട്ടുള്ള കാര്യം. അത് മറ്റാരിൽ നിന്നും നമുക്ക് ലഭിക്കില്ല. അത് നിങ്ങളുടെ പ്രായത്തിലുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കൂടെ യൗവനത്തിലോട്ട് ചെല്ലുമ്പോൾ അതുണ്ട്, മുതിർന്നതാകുമ്പോൾ അതുണ്ട്. ഇത്രയും ശരിക്കും നമ്മുടെ ഓരോ ഘട്ടങ്ങളെയും മനസ്സിലാക്കി കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലൊരു ചിന്തകൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരു ഒരിക്കലും സാമൂഹിക പരിഷ്കർത്താവെന്നല്ല നിങ്ങൾ പറയാനുള്ളത്, പരിവർത്തനം നടത്തിയതാണ്. സമൂഹത്തിന് പരിവർത്തനം, മാറ്റം ഉണ്ടാക്കാൻ അത് നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ 100 വർഷം എടുക്കുന്നേ ഉള്ളൂ. അത് എഴുതിയ സ്വാമിക്കും അറിയാമായിരുന്നു ഇവിടെ ഒരു മാറ്റം വരാൻ പോകുന്നത് 100 കൊല്ലം കഴിയുമ്പോഴെന്നാണ്. അപ്പൊ നിങ്ങളുടെ ഈ പ്രായത്തിലൊക്കെ ഇരിക്കുന്ന നമ്മൾക്കെല്ലാം അതിന് ഭാഗ്യം സിദ്ധിച്ചവരാണ്. നമ്മൾ ഓരോരുത്തരും അത് എന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്യുമെന്നൊരു ദൃഢ പ്രതിജ്ഞ എടുത്തുകൊണ്ടായിരിക്കണം
ഇന്ന് ഈ കൊച്ചു മക്കൾ ഇടന്ന് പുറത്തിറങ്ങുന്നത്. മനസ്സിലായോ? ഇതാണ് നമ്മൾ ഈ ചെയ്യുന്ന ഇത്തരം വേദികളിലെല്ലാം നിങ്ങളെ പ്രബുദ്ധരാക്കുന്നതിന്റെ ഉദ്ദേശം ഇതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ വായിക്കണം. നമ്മൾ ഈ പറയുന്ന ഒരു വാക്കൊന്നുമല്ല. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന ഓരോ ക്ലാസ്സുകൾക്കും അവരവരുടെ നിലവാരത്തിലുള്ള പുസ്തകങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ ഇവിടെ വന്നൊരു മെമ്പർഷിപ്പ് എടുത്ത്, അമ്മമാരാണ് അത് ശ്രദ്ധിക്കാനുള്ളത്. വീട്ടിൽ അച്ഛനൊന്നും കൊണ്ടുവന്നില്ലെങ്കിൽ അമ്മമാർക്ക് ഇവിടെ വരാം. ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് വൈകിട്ട് സമയമാണ്. നിങ്ങളുടെ ജോലിയൊന്നും ബാധിക്കില്ല. ആ സമയത്ത് ഇവിടെ വന്ന് ഇരുന്ന് പുസ്തകം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഇവിടെ എൻഡോമെന്റ് നടപ്പാക്കിയിരിക്കുന്ന ആളുകളെല്ലാം ആ ഉദ്ദേശത്തോടു കൂടിയാണ് വലിയ തുകകൾ 1,50,000 അതുപോലുള്ള വലിയ തുകകൾ അവരുടെ പ്രയത്നപരമായി അവർക്ക് കിട്ടിയത് അവരുടെ മക്കൾ ഇവിടെ ഈ എൻഡോമെന്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ അത് വാങ്ങിച്ചാൽ അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ടീച്ചർ എന്നുള്ള നിലയിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇത് പ്രയോജനപ്പെടുത്തി നമ്മുടെ നാട്ടിന് ഗുണപ്രദമായ കുട്ടികളായി നിങ്ങൾ മാറണം. നിങ്ങൾക്ക് അത് കഴിയും. ഇതാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഇത് വാങ്ങിയ ഓരോ കുട്ടികൾക്കും, ഒപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ധാരാളം രോഗാവസ്ഥയിലൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, ധാരാളം പേരുണ്ട്. അതിൽ വളരെ കുറച്ച് പേർക്ക് നമുക്ക് ചെറിയ സഹായമേ ചെയ്യാൻ കഴിയുന്നുള്ള നല്ലവരായ നാട്ടുകാർ നമുക്ക് ഇതിലേക്ക് വീണ്ടും വീണ്ടും എൻഡോമെന്റുകളുടെ എണ്ണം കൂട്ടി ആ പ്രവർത്തനം നമുക്ക് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനുള്ള ശ്രമം നമുക്ക് നടത്താം. അതൊക്കെ നമ്മുടെ നാട്ടിലെ ആളുകൾ ചെയ്യും. ഒന്നും ചോദിക്കാതെ തന്നെയാണ് നമുക്കിവിടെ കൊണ്ടുതരുന്നത്. ഇന്ന് കാലത്തെ തന്നെ നമ്മുടെ ഒരു വലിയ കന്നിസദ്യ, ഇവിടുത്തെ കന്നിസദ്യയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാത്രി മുതൽ ഉറക്കമൊഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട് സേവനം ചെയ്യുന്ന ധാരാളം പേര് നമ്മുടെ ഈ സന്ദർഭത്തിൽ ഒന്ന് ഓർക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി തയ്യാറെടുത്ത കുറച്ച് പേരുടെ പേര് ഒന്ന് വായിക്കാതെ പോകുന്നത് ശരിയല്ല. ഒന്ന് സത്യനേശൻ ഉണ്ണാണ്ടിയിൽ വീട്, അടുത്തത് ശ്രീ ആർ സുകേശൻ സുരേന്ദ്രവിലാസ, ശ്രീ എസ് സതീഷ് കുമാർ പട്ടത്തുള്ളാവ്, കെ വി ജയപ്രകാശ് ജയശ്രീ ഭവൻ, വി അനിൽകുമാർ കുഞ്ചാലിമൂട്, സന്തോഷ് ചടയൻകുളാകം, ശ്രീ പ്രകാശൻ മാധവവിലാസ, കെ വി ജയകുമാർ ദേവദാരു, ജിതിൻ ഭജൻ അഭിജിത്ത് ചന്ദ്രനു തുടങ്ങി ചെറുപ്പക്കാരായ കുട്ടികൾ വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ഈ കൊച്ചു മക്കളും നിങ്ങളൊക്കെയാണ് ഇനി അടുത്ത ഇവിടെ കൊണ്ടുപോകേണ്ടത്. അപ്പൊ നിങ്ങള് ബാലവേദികളിലും മറ്റു പരിപാടികളിലും ഒക്കെ വിളിക്കുമ്പോൾ എനിക്ക് അസൗകര്യം എന്ന് പറഞ്ഞ വിളിയത് വായനശാലയിലെ നിത്യ സന്ദർശകരായി മാറണം. നമുക്കിതിനെ ഉത്തരോത്തരം ഉയരങ്ങളിൽ കൊണ്ടുപോകാൻ നിങ്ങളുടെ സഹായം വേണം. ഒപ്പം രക്ഷകർത്താക്കൾ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെ ഇവിടെ കൊണ്ട് എത്തിക്കണമെന്നുകൂടെ പറയുന്നു. ഒപ്പം തന്നെ ഇത് കേൾവിക്കാരായി വന്നിരിക്കുന്ന ഓരോരുത്തരും നമ്മുടെ ആശംസകൾ അർപ്പിച്ചിട്ട് പോയ ശ്രീ ഇ ശിവദാസൻ, പ്രസിഡന്റ് കൊലത്തുകര ക്ഷേത്ര സമാജം, അദ്ദേഹത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കേൾവിക്കാരായിരുന്ന ഓരോരുത്തർക്കും വായനശാലയുടെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് ശബ്ദവും വിളിച്ചു തന്ന് നല്ല രീതിയിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന സൗണ്ട് സിസ്റ്റത്തിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്